താക്കോല് താഴെയിട്ടോ, താക്കോല് മേശപ്പുറത്ത് വെച്ച് പണി നോക്ക്. ഈ രാജ്യത്തിന്റെ ഖജാൻജി പണിക്ക് എനിക്ക് വേറെ ആളെ കിട്ടുന്നു. ഇവിടുത്തെ ട്രഷറി വകുപ്പ് കൈകാര്യം ചെയ്യാൻ അബൂദറെ നിനക്ക് മനസ്സില്ലെങ്കിൽ എനിക്ക് വേറെ ആളെ കിട്ടും. താക്കോല് താഴെയിട്ടോ, താക്കോല് വെച്ച് പൈക്കോ എന്നാണ് സ്വജനപക്ഷപാതിത്വത്തെ ചോദ്യം ചെയ്യാൻ ചെന്ന അബൂദർ ഗഫാരിയോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്നാണ് ഇസ്ലാമിലെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതിവിട്ടിട്ടുള്ളത്. തിരുത്തിയിട്ടില്ല, ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അബദ്ധായിരിക്കും സംഭവിക്കും. അബദ്ധത്തിൽ നിന്ന് ആരും മുക്തരല്ല. അബദ്ധം ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞങ്ങളത് ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഞങ്ങളത് പിൻവലിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വന്ന അഭിപ്രായത്തോട് വിയോജിപ്പാണ്. അടുത്ത പതിപ്പിൽ ഞങ്ങളത് ഒഴിവാക്കുന്നതാണ്. ഒരു തിരുത്ത് മാധ്യമത്തിൽ കൊടുത്തൂടെ? എല്ലാ ചവറും കൊടുക്കണ കാര്യമില്ലേ മാധ്യമം? അതിന്റെ ഒരു മൂലക്കൽ കൊടുത്തൂടെ? ആരും ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്തെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും കൊടുത്തൂടായിരുന്നോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞങ്ങളുടെ IPH പുസ്തകത്തിൽ വന്നിട്ടുള്ള പരാമർശം ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. പറഞ്ഞില്ല എന്ന് മാത്രല്ല, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അബൂദർ ഗഫാരി എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയപ്പോൾ ഇതേ രൂപത്തിലുള്ള കാര്യം അതേ പുസ്തകത്തിലും ആവർത്തിച്ച് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കണം, ഇവര് തിരുത്താൻ തയ്യാറല്ല. അബദ്ധങ്ങൾ സംഭവിച്ചവർക്കൊക്കെ തിരുത്താൻ സമയം വൈകിയിട്ടില്ല, ഇനിയും തിരുത്താം. വർഷങ്ങളായി മുജാഹിദ് പ്രവർത്തകന്മാർ സമൂഹത്തോട് ഇത് പറയാൻ തുടങ്ങിയിട്ട് സഹാബിമാരെ കുറിച്ചുള്ള ഈ കടുത്ത ആക്ഷേപങ്ങളും വിമർശങ്ങളും അവസാനിപ്പിച്ചാലല്ലാതെ യഥാർത്ഥമായ മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ ആശയധാരയിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല എന്ന സത്യം തീർന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രസിദ്ധനായ നേതാവായിരുന്നുവല്ലോ തിരൂരങ്ങാടിയിലെ കൊടിഞ്ഞി താമസിച്ചിരുന്ന ടി മുഹമ്മദ് സാഹിബിന്റെ അവതാരികയോടുകൂടി കേരളക്കരയിൽ ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് രക്തസാക്ഷ്യം എന്നാണ്. രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ? കേട്ടാൽ ഞെട്ടിപ്പോകും. എന്താ പറഞ്ഞത്? ഈ 3 സ്വഹാബിമാരുടെ പേര് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ പറയുകയാണ്, ഇവർക്കൊക്കെ എന്തായിരുന്നു പണി? ഹദീസ് ഉണ്ടാക്കലായിരുന്നു പണി. ഹദീസ് നിവേദനത്തിന് കമ്മീഷൻ നിശ്ചയിക്കപ്പെട്ടു. ഒരു ഹദീസ് ഒന്നിന് 2 ദീനാർ വീതമായിരുന്നു അത്രേ കമ്മീഷൻ. കണ്ടോ, ഇവരൊക്കെ ഹദീസ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു. കള്ള ഹദീസ് ഉണ്ടാക്കുക. ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ 2 ദീനാർ കൂലി. അങ്ങനെ 2 ദീനാറിന് ഹദീസ് ഉണ്ടാക്കുന്ന പണിയായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്, അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്. മാത്രമല്ല, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടിയ ദുഷ്ടന്മാരാണവരെന്ന് സ്വഹാബത്തിനെ കുറിച്ച് രക്തസാക്ഷ്യം എന്ന പുസ്തകത്തിൽ ടി മുഹമ്മദ് സാഹിബ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ, കേരളത്തിൽ ആ പുസ്തകമില്ലേ? ഞങ്ങളുടെയൊക്കെ കൈകളിൽ നിന്നും സുരക്ഷിതമായി ആ പുസ്തകമുണ്ട് പ്രിയമുള്ളവരെ. അപ്പൊ നോക്കൂ, മഹാന്മാരായ സ്വഹാബത്തിന്റെ സ്ഥാനം എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു വസ്ഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, എന്റെ സ്വഹാബിമാരെ നിങ്ങൾ ചീത്ത പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ സ്വഹാബത്തുമായിട്ട് ഇവരുടെ ബന്ധം അവസാനിച്ചു പോയി. സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവർ ഒരു സമയത്ത് സ്വഹാബത്തിനെ ഓർത്തു, എല്ലാ സമയത്തും സ്വഹാബത്തിനെ മറന്നു. ഒരു സമയത്ത് ജമാഅത്തെ ഇസ്ലാമി സ്വഹാബത്തിനെ ഓർത്തു. അതെപ്പോഴാ ജമാഅത്തെ ഇസ്ലാമി സ്വഹാബത്തിനെ ഓർത്തത്? അത് കേട്ടോളൂ, അത് ഭയങ്കര രസകരമായൊരു കാര്യമാണ്. അതായത് SIOയുടെ 3 സമ്മേളനങ്ങൾ കേരളത്തിൽ SIOക്കാര് നീട്ടിവെച്ചു, ക്യാൻസലാക്കി 3 സമ്മേളനം. എന്തിനാ നീട്ടിവെച്ചത്? എന്തിനാണ് സമ്മേളനം നിർത്തിവെച്ചത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാം നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെങ്കിൽ റസൂലുള്ളാഹിനെ ത്യാഗം സഹിച്ച് സംരക്ഷിച്ച സ്വഹാബത്തിനെ അനുസ്മരിക്കാനുള്ള യോഗ്യത നമുക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ ത്യാഗം സഹിച്ച് സ്വഹാബത്ത് സംരക്ഷിച്ച പാരമ്പര്യം നമുക്ക് കിട്ടണമെങ്കിൽ, അതിനുള്ള യോഗ്യത നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങണം, തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങണം എന്ന് പറഞ്ഞവർ നേരത്തെ മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി
ആരെ ഓർത്തത്? സ്വഹാബിമാരെ ഓർത്തത് സഹോദരന്മാരെ. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, വാസ്തവത്തിൽ ഹദീസ് നിഷേധത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് മഹാന്മാരായ സ്വഹാബത്തിനെ വിമർശിക്കുക എന്നത് എല്ലാ പിഴച്ച കക്ഷികളുടെയും പാരമ്പര്യമാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കണം. ഹദീസ് നിഷേധം ഇന്ന് സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്താണ്? അവരെ അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മുജാഹിദുകൾ നവയാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. അന്ധവിശ്വാസം ഇല്ലായ്മ ചെയ്യാൻ വന്നിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനം അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയാണ് എന്നാണ് മാധ്യമക്കാരൻ എഴുതുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്താ അന്ധവിശ്വാസം എന്നറിയോ? നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. എന്തൊക്കെ ഇപ്പൊ അന്ധവിശ്വാസം? സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സിഹിർ പലിക്കുന്നു പറഞ്ഞാൽ അന്ധവിശ്വാസമായി. സിഹിർ പലിക്കുന്നു പറഞ്ഞാൽ അന്ധവിശ്വാസമായി. പിശാച്ച് ശരീരത്തിൽ കൂടിയേക്കും എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമായി. റുഖിയ ശർഇയ്യ അഥവാ പൈശാചികമായ ബാധകളോ മറ്റേതെങ്കിലും കാര്യങ്ങളോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവർക്ക് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തിലോ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മന്ത്രിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതൊക്കെ അന്ധവിശ്വാസമാണ്, അതൊക്കെ നവയാഥാസ്ഥികത്വമാണ് എന്നാണ് ജമാഅത്തുകാരും പിണിയാളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഒരു കാര്യം അധികമൊന്നും വിശദീകരിക്കാറ് നിങ്ങളെ കേൾപ്പിക്കട്ടെ. ജമാഅത്തുകാര് മാധ്യമത്തിൽ ഇതൊക്കെ എഴുതി വിടുന്നതിന്റെ മുമ്പ് അവരൊന്ന് ആലോചിക്കണം, നമ്മളെ മൗദൂദി സാഹിബിന്റെ വിശ്വാസം എന്തായിരുന്നു? സിഹിർ ഫലിക്കുന്നോ ഫലിക്കൂലാന്നോ? അത് ജമാഅത്തുകാരൊന്ന് ജനങ്ങളോട് പറയണം. ഞാൻ പറയുന്നില്ല സിഹിർ ഫലിക്കും എന്നാണോ ഫലിക്കില്ലെന്നാണോ മൗദൂദി സാഹിബിന്റെ വിശ്വാസം? പിശാച്ച് ശരീരത്തിൽ പ്രവേശിക്കും എന്നാണോ പ്രവേശിക്കില്ല എന്നാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യന്റെ വിശ്വാസം? റുഖിയ ശർഇയ്യ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ അനുവദനീയമാണെന്നാണോ അന്ധവിശ്വാസമാണെന്നാണോ മൗദൂദി സാഹിബിന്റെ വിശ്വാസം? ജമാഅത്തുകാരെ, അതൊക്കെ ഒന്ന് പഠിച്ചു വരിൻ. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ അതേ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം എഴുതിയപ്പോൾ അതിന്റെ ആമുഖക്കുറിപ്പായി ചേർത്ത് വെച്ച കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് മതി അന്ധവിശ്വാസത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ. അതെ, ആ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ. ഒരു കാര്യം കൂടെ കേട്ടോ, മൗദൂദി സാഹിബ് പറയുന്നത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലിക്കൂലാന്നാണ്. അള്ളാഹിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കൂല. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. തോക്കിനുള്ളിൽ നിന്നും വരുന്ന വെടിയുണ്ടയും വിമാനത്തിൽ നിന്നും വീഴുന്ന ബോംബും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലം ചെയ്യുകയില്ലെന്ന പോലെ തന്നെ മാരണവും അള്ളാഹുവിന്റെ അനുമതിയോടുകൂടിയല്ലാതെ ഫലിക്കുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരാ പറയുന്നത്? മൗദൂദി സാഹിബാ പറയുന്നത്. ഇനി ജമാഅത്തുകാർക്ക് മൗദൂദി എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ? അവർക്കിത് പരിഹസിക്കാനല്ലേ നേരുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തിനെ ഒഴിവുള്ളൂ? പരിഹസിക്കുക, ഒരുപാട് കാര്യങ്ങൾ പരിഹസിക്കുക. എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ അത് നോക്കുക. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ അജണ്ട തന്നെ. അവർക്ക് ചില പദപ്രയോഗങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ചില പ്രത്യേക പദപ്രയോഗങ്ങളുണ്ട്. അതെന്താ? മുജാഹിദുകളെ പറ്റി പറഞ്ഞിട്ട് അവർ പറയും അവര് അക്ഷരപൂജകരാണ്. ഈ ഖുർആനിലും ഹദീസിലൊക്കെ വന്നത് അക്ഷരം പ്രതി ഇങ്ങനെ അതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നും ചിന്തിക്കാതെ ആ വന്നതുപോലെ അക്ഷരങ്ങളെ പൂജിക്കുന്നവരാണ് അക്ഷരപൂജകര്. ഒരു പേരാ, നമുക്കുള്ളൊരു പേരാ. രണ്ടാമത്തെ ഒരു പേരെന്താണ്? അനുഷ്ഠാന തീവ്രവാദക്കാർ, അനുഷ്ഠാന തീവ്രവാദികൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ അനുഷ്ഠാനങ്ങളിലൊക്കെ വലിയ തീവ്രതയാണ്. താടി വെക്കാൻ പറഞ്ഞാൽ താടി വെക്കും. അതുപോലെ തന്നെ പിന്നെ തുണി കണങ്കാലിന്റെ താഴെ നെരിയാണിക്ക് താഴെ താഴരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ ഏതൊക്കെ നിയമങ്ങളുണ്ടോ അങ്ങനെ തന്നെ ചെയ്യും. അപ്പൊ അതിലൊക്കെ ഒരു അനുഷ്ഠാന തീവ്രവാദമാണ് മുജാഹിദുകൾക്കുള്ളത്. ചില്ലറ കാര്യത്തിന് വാശി പിടിക്കലാ മുജാഹിദിന്റെ പണി. കണ്ടൊരിക്കല് ഒരു കുട്ടി, ഒരു ആൺകുട്ടി സ്വർണ്ണച്ചെയിന് ധരിച്ച് കണ്ടപ്പോ ഒരു സഹോദരി പറഞ്ഞു, ഈ ആൺകുട്ടികൾ ഇത്ര മുതിർന്ന കുട്ടികള്, ഈ കുട്ടികൾ ആൺകുട്ടികൾ കുട്ടികളായാലും ആരായാലും ഇങ്ങനെ സ്വർണത്തിന്റെ ചെയിനൊന്നും ധരിക്കാൻ പാടില്ലല്ലോ, ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഒരു ജമാഅത്തുകാരി സ്ത്രീ പോലും പറയുന്നത് എന്താ? ഇതാ നിങ്ങളുടെ കുഴപ്പം, ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഒരു ചെറിയ കുട്ടി ഒരു സ്വർണത്തിന്റെ ഒരു ചെയിന് ധരിച്ചു എന്നുണ്ടെങ്കിൽ അതിലിത്ര പ്രയാസമുണ്ടോ? അതിലിത്ര പ്രശ്നമാക്കാണ്ടോ? നിസ്സാര കാര്യത്തിന് വാശി പിടിക്കലല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ
അവർക്കാകെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യമൊക്കെ ആണെങ്കിൽ മാത്രം മൗലികമാണ്, അല്ലെങ്കിൽ എല്ലാം ശാഖാപരാണ്. മാത്രല്ല അവർ ജനങ്ങളോട് പറയും, ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞ എന്താണ് അവരുടെ ഒരു പ്രശ്നം? കയ്യെവിടെ കെട്ടണ്ട്? കുനൂത്ത് വേണോ വേണ്ടേ? വിരൽ അനക്കണോ അനക്കണ്ടേ? താടി നീട്ടണോ വടിക്കണോ? അതുപോലെ തന്നെ എങ്ങനെയാണ് നെരിയാണിക്ക് താഴെ എത്ര താഴാം, എത്ര മുകളിലാവാം? ഇങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ കടിപിടി കൂടുക. ഞങ്ങൾ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നീറിപ്പോകുകയാണ് ഞങ്ങളെ മനസ്സ്. അപ്പോഴൊക്കെ ഇവരിങ്ങനെ കുനൂത്ത് വേണോ, കൂട്ടപ്രാർത്ഥന വേണോ, കൈവിരലനക്കണോ, താടി നീട്ടണോ, നെരിയാണിക്ക് മുകളിൽ വസ്ത്രം വേണോ, എത്ര കയറ്റി ഉടുക്കണോ, ഇങ്ങനെയൊക്കെയാണ് മുജാഹിദിന്റെ പരിപാടി. എന്നാൽ സഹോദരന്മാരെ, ഒരൊറ്റ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്കിടയിൽ ഇങ്ങനത്തെ മതപരമായ കാര്യത്തിൽ ഒരു തർക്കമല്ല എന്നാ ജമാഅത്തുകാർ പറയണേ. എങ്ങനെ തർക്കം ഉണ്ടാകുക? പൊരള്ളോനല്ലേ തീപ്പൊരി പേടിണ്ടാവുക? ജമാഅത്തെ ഇസ്ലാമിയിൽ അങ്ങനെ വല്ല വൈജ്ഞാനിക ചർച്ചയും നടക്കലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയിൽ ഏത് വൈജ്ഞാനിക ചർച്ചയാണ് നടക്കുന്നത്? ഇപ്പൊ നേരത്തെ ഇവിടെ ഹാരിസ് മൗലവി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു മുജാഹിദിന്റെ CD ബുക്ക് സ്റ്റാളിലാണ് കയറിയിട്ട് ഒരു വിഷയം ഉറക്കത്തിലാണ് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വിഷയമാണ് പറഞ്ഞാൽ അപ്പെടുത്തു കൊടുക്കും അവിടെയുള്ള സെയിൽസ്മാൻ ഒരു CD. ഇതാ നിങ്ങൾ ആ ചോദിച്ച വിഷയത്തിലുള്ള CD ഇതാ. ഏത് വിഷയം, തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, അതുപോലെ തന്നെ അനുഷ്ഠാന കർമ്മങ്ങൾ, ഫിഖ്ഹി മസ്അലകൾ, ഏത് വിഷയത്തിൽ CD വേണോ, ബുക്ക് വേണോ, ഉടനെ മുജാഹിദിന്റെ ബുക്ക് സ്റ്റാളിലോ CD സ്റ്റാളിലോ കയറിയാൽ കിട്ടും. ജമാഅത്തുകാരന്റെ ബുക്ക് സ്റ്റാളിലോ CD സ്റ്റാളിലോ കയറിയിട്ട് നിങ്ങളൊന്ന് വാങ്ങിക്കേ, കിട്ടുമോ? കിട്ടൂല. അവർക്കതിൽ അങ്ങനെ ഒരു തർക്കമില്ല. ഞങ്ങൾ ഇത്തരം കാര്യത്തിലൊന്നും തർക്കിക്കൂല. നെരിയാണിക്ക് താഴെ തിരിയാൻ തൂങ്ങിയാലെന്താ? കിബിറില്ലാഞ്ഞാ പോരെ? താടി വടിച്ചാലെന്താ? എന്താ ഇത്ര പ്രശ്നം? എന്താപ്പോ? കുനൂത്ത് ഓതുകയാണെങ്കിൽ ഓതിക്കോട്ടെ, ഓതാത്തവൻ ഓതണ്ട. കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ, നടത്താത്തവൻ നടത്തണ്ട. നബിദിനം ആഘോഷിക്കുന്നവൻ ആഘോഷിക്കട്ടെ, ആഘോഷിക്കാത്തവൻ ആഘോഷിക്കണ്ട. മൗലീദിന്റെ ചോറ് വേണമെങ്കിൽ തിന്നോട്ടെ, തിന്നേണ്ടാത്തവൻ തിന്നണ്ട. ഇങ്ങനെയൊക്കെ ഒരു അഴകുഴമ്പൻ നയം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബറേൽവി ആയാലും സൂഫി ആയാലും ഹനഫി ആയാലും ഷാഫി ആയാലും ഹംബലി ആയാലും ആരായാലും ജമാഅത്തിൽ അവന് അംഗത്വമുണ്ട്. എന്താ വേണ്ടു? ഞങ്ങൾ പറയുന്ന ഒരു രാഷ്ട്രീയ ലൈനുണ്ട്. അത് നിങ്ങളാണ് അംഗീകരിച്ചാൽ യഥാർത്ഥത്തിലുള്ള ജമാഅത്തുകാരനായി ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. ഞങ്ങൾ ഈ നിസ്സാര കാര്യങ്ങൾക്ക് തർക്കിക്കൂല. എന്താ നിസ്സാര കാര്യം? നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളെ തള്ളിക്കളയുന്ന രൂപത്തിലേക്കുള്ള പരിഹാസങ്ങളിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പോയി. ചേകന്നൂരിസത്തിന്റെ പുതിയ പതിപ്പുകളായി ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടേതായ ബന്ധപ്പെട്ട ആളുകളുമെന്ന് ധാരാളക്കണക്കിന് ഹദീസുകളെയാണ് ചാടിക്കിടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാര് ബുഖാരിയിലെ ഹദീസ് കണ്ട ചാടിക്കിടക്കും. നമ്മളെപ്പോഴാ ഒരു സംഗതി കണ്ട ചാടിക്കിടക്കല്? നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവുക, ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഡ്രസ്സ് പൊക്കിയിട്ട് നമ്മളാണ് ചാടിക്കിടക്കും. എന്താ? അവിടെ ഒരു നായിക്കാഷ്ടോ അല്ലെങ്കിൽ വല്ല മൂത്രോ അല്ലെങ്കിൽ പറ്റാത്തൊരു സംഗതിയോ കൊണ്ടാ നമ്മളാണ് ചാടിക്കിടക്കും. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരിപ്പോ അങ്ങനെയാ. ബുഖാരിയിലെ ചില ഹദീസ് കണ്ട മനം പെരട്ടല്, മുസ്ലിമിലെ ചില ഹദീസ് കണ്ടാല് മനം പെരറ്റ. അപ്പൊ അവരെന്താ പത്രത്തിൽ പച്ചയായി എഴുതിയില്ലേ? എന്താ എഴുതിയത്? ഞങ്ങൾ ചില ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളാണ് ചാടിക്കിടക്കാറാ പതിവ്. അതിക്ക് ശ്രദ്ധിക്കൂല. എന്താ കാരണം? അതൊക്കെ വേസ്റ്റ് ആണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശറഫാക്കപ്പെട്ട ശരീരത്തിലുണ്ടായ മുടി, അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം, അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ, അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത്? ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബോഡി വേസ്റ്റ്. ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത്? ജമാഅത്തുകാരാണോ? ജമാഅത്തുകാർക്കത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ്. ചേകന്നൂരികളാണോ? അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ? അവർക്കും സാധിച്ചില്ല. കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു ബറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് നിഷേധത്തിന്റെ നാമ്പ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെ പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. സഹാബിമാരത് ബറക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ടതില്ല. പക്ഷേ എന്തുണ്ടായിട്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തിരുശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലുള്ള ആസാറും ഒരവശിഷ്ടവും ഇന്ന് ലോകത്ത് കിട്ടാനേ ഇല്ല. അങ്ങനത്തെ ഒരു സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതിന് മാത്രമാണ് അത് ബാധകം. ഇങ്ങനെ നിഷേധത്തിന്റെയും അതിരുകവിയലിന്റെയും മധ്യേ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാറുകളെ സംബന്ധിച്ച് ശരിയായ വീക്ഷണം പറഞ്ഞവർ സലഫികളല്ലാതെ മുജാഹിദുകളല്ലാതെ വേറെ ആരാ കേരളത്തിലുള്ളത്? ജമാഅത്തുകാർക്ക് അവകാശപ്പെടാൻ കഴിയോ? കഴിയില്ല. ശബാബുകാർക്ക് അവകാശപ്പെടാൻ കഴിയോ? കഴിയില്ല. ഒരാൾക്കും അതിന് കഴിയില്ല. മുജാഹിദുകൾ അതിന്റെ നീതിയുടെ വശം പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട്, നബിതങ്ങളുടെ മുടിയാണെങ്കിൽ പ്രത്യേകതയുണ്ട്. സ്വഹാബത്ത് ആ പ്രത്യേകതയോടുകൂടി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന പേരും പറഞ്ഞ് ആരും ചൂഷണത്തിന് നടക്കണ്ട. കാരണം നബിതങ്ങളുടേതാണെന്ന് സ്ഥിരപ്പെട്ട ഒന്നും ഇന്ന് ലോകത്തില്ല. അവിടുത്തെ തിരുചര്യകളല്ലാതെ, അവിടുത്തെ ഹദീസുകളല്ലാതെ, അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആനല്ലാതെ ഒന്നും ഇന്ന് ലോകത്തില്ല എന്ന് കൃത്യമായി സമൂഹത്തോട് പറയാൻ ധൈര്യം കാണിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് സഹോദരന്മാരെ. അപ്പോ ഇവർക്ക് എന്താണ്? ഇവർക്ക് ഏതിനോടും ഒരു പരിഹാസം. പരിഹസിച്ച് എല്ലാ കക്ഷികളും ഒരേ രൂപത്തിൽ ഇപ്പൊ പരിഹസിക്കുകയാണ്. ചേകന്നൂരികൾക്ക് പരിഹാസം, ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പരിഹാസം, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾക്ക് പരിഹാസം, പലർക്കും പരിഹാസം. എല്ലാവർക്കും എന്താ ഇപ്പൊ വലിയ പരിഹാസം? താടി നീട്ടുക എന്നുള്ളതാണ്. താടി നീട്ടുന്നത് എന്തോ ഒരു വലിയ പ്രയാസം. ജമാഅത്തെ ഇസ്ലാമിയുടെ മുമ്പേ ചേകനൂർ എഴുതി. ചേകനൂരിന്റെ പുസ്തകത്തിൽ കാണാം. എന്താ എഴുതിയെന്നറിയോ? ചുരുക്കത്തിൽ ജൂത മുനാഫിഖായ അബൂ ഹുറൈറയുടെ ലക്ഷ്യം മുസ്ലിങ്ങൾ മുഴുവൻ താടി നീട്ടി മൊട്ടയടിച്ച് കണങ്കാല് മദ്യം വരെയുള്ള മുറിമുണ്ട് മുടുത്ത് ആദിവാസികളെ പോലെ നടക്കണമെന്നാണ്. ചേകന്നൂരിന് ദയിച്ചില്ല. ചേകന്നൂർ എന്താ പറഞ്ഞത്? അബൂ ഹുറൈറയുടെ പരിപാടിയാണിത്. എന്ത്? മുസ്ലിമീങ്ങളൊക്കെ മുഴുവൻ താടി നീട്ടണം, കണങ്കാല് മദ്യം വരെയുള്ള മുറിമുണ്ടെടുത്ത് ആദിവാസികളെ പോലെ നടക്കണം. കണ്ടോ? ഇപ്പൊ ജമാഅത്തുകാരന്റെ സ്റ്റൈൽ എന്താ? പാന്റൊക്കെ നെരിയാണിക്ക് താഴെ ഇങ്ങനെ താഴ്ത്തികൾ നടക്കുക. ആരെങ്കിലൊക്കെ ചോദിച്ചാൽ പറയും നവയാഥാസ്തികൻ, ജിന്ന്, നവയാഥാസ്തികൻ എന്ന് പറഞ്ഞ് കളിയാക്കുക. പിന്നെ വേറെ വേണമെങ്കിൽ എന്ത് പറയും? അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരം പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ നെരിയാണിക്ക് താഴെ പോണീന് കുഴപ്പമൊന്നുമില്ല. ഓ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രയോഗം തന്നെ എന്താണ്? ഇന്ന മിനൽ മഖീലത്തി, അഹങ്കാരത്തിൽ പെട്ടതാണ് നെരിയാണിക്ക് താഴെ മുണ്ടുടുക്കൽ. നെരിയാണിക്ക് താഴെ മുണ്ടുടുക്കൽ തന്നെ എന്താണ്? അഹങ്കാരത്തിൽപ്പെട്ടതാണ്. പിന്നെ എനിക്ക് അഹങ്കാരമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ ചേകന്നൂരികൾ പ്രയോഗിച്ച അതേ വാക്ക് കടമെടുത്തു. ജമാഅത്തുകാരൻ അതന്നെ എഴുതാൻ പാടില്ലല്ലോ. അപ്പൊ ജമാഅത്തുകാരൻ അതൊരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് പ്രബോധനത്തെ കൊടുത്ത വരി എന്താ? വിഷയമൊക്കെ താടി തന്നെയാണ്, വിഷയമൊക്കെ കണങ്കാല് വരെ തുണിയെടുക്കലുമാണ്. ചേകന്നൂരി പറഞ്ഞു എന്ത്? നീണ്ട താടി, കണങ്കാല് വരെ ആദിവാസികളുമായിട്ട് മുറിമുണ്ട്. ഇപ്പൊ ജമാഅത്തുകാരൻ സ്റ്റൈലൊന്ന് മാറ്റിയിട്ട് പറഞ്ഞു പ്രബോധനത്തില്. എന്താ പറഞ്ഞത്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും. എന്താ ഉഷാറ്? മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. എന്താ സംഭവം? പല ചെറുപ്പക്കാരും ഇപ്പോ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, പല കുട്ടികളും അവർക്ക് പരിശുദ്ധ ഖുർആനും ഹദീസിന്റെയും മധുരം, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഹുബ്ബ് അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കയറിയപ്പോൾ അവരുടെ വസ്ത്രങ്ങളൊക്കെ അത് ശരിയായ ദിശയിലേക്ക് ഉയർന്നു. അവരുടെ മുഖത്തുള്ള താടിരോമങ്ങൾ പിന്നെ അവർ വടിച്ച് ക്ലീനാക്കാതെ അല്പം നീട്ടി. ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് സഹിക്കാൻ ചിലർക്ക് സാധിച്ചില്ല. അവർ ചില പദപ്രയോഗങ്ങൾ തൊടുത്തുവിട്ടു. വളരെയേറെ തീവ്രവാദമാണ്, അനുഷ്ഠാന തീവ്രവാദികളാണ്. മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട്. വേറൊരു കൂട്ടര് പറഞ്ഞു എന്ത്? ഇതെന്താടാ ബർമുഡ പാന്റോ? വേറെ ചിലർ പറഞ്ഞാ മൊല്ലപ്പാന്റോ? ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു കോലം? ബാർബറുടെ കരങ്ങൾ, ഒരു കാലത്തും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേറിട്ട് നിർത്തുന്നു. മുത്തശദ്ദിദ് കാരണം തിരിഞ്ഞോ? സലഫി തീവ്രവാദികൾ
ഇപ്പൊ തീവ്രവാദികളാട്ടോ. ആർക്കെങ്കിലും താടി ഉണ്ടെങ്കിൽ ഓനൊക്കെ തീവ്രവാദി. നെരിയാണിക്ക് മീതെ മുണ്ട് കയറ്റി കൊടുത്ത് പാന്റ് കയറ്റി കൊടുത്താവും തീവ്രവാദി. നെരിയാണിക്ക് താഴെങ്ങനെ പാന്റ് അടിച്ച് ക്ലീൻ ഷേവായി നടന്നാലോ മിതവാദി. മിതവാദി, ഒറിജിനൽ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം, യഥാർത്ഥ സമഗ്ര മുസ്ലിം. ഇതൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ഭാഷ. അപ്പോ ചേകന്നൂരികൾ പറഞ്ഞത് ജമാഅത്തുകാരൻ കടമെടുത്തു, അവരും പറഞ്ഞു. മാത്രല്ല ഇപ്പൊ ചില ആളുകൾക്കും തോന്നിപ്പോയി, അവരും പറഞ്ഞു, അവരുടെ മാസികയിൽ എഴുതി, താടി വളർത്തി വികൃത രൂപമുണ്ടാക്കുന്നവരാണ് ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടത്, ഇസ്ലാം ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. അബ്ദുസ്സലാം സുല്ലമി മൂപ്പരിക്കൊണ്ട് ഒരു അൽഫനാർ മാസിക, അൽമനാറല്ലോ, ഒരു അൽഫനാറുണ്ട്. ഈ അൽഫനാറിൽ ഈ ചങ്ങാതി എന്താ എഴുതിയെന്നറിയോ? താടി വളർത്തി വികൃത രൂപം ഉണ്ടാക്കുന്നവരാണ് ശിക്ഷിക്കപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ടത്, താടി വടിക്കുന്നവരല്ല. അള്ളാന്റെ ശിക്ഷ ഭയപ്പെടേണ്ടത് ആരാണ്? താടി വളർത്തി വികൃത രൂപമുണ്ടാക്കുന്നവരാണ് വാസ്തവത്തിൽ ശിക്ഷ ഭയപ്പെടേണ്ടത്. എന്താ ന്യായം പറഞ്ഞത്? ഇസ്ലാം ഭംഗിയെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹ് ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. ഓ സഹോദരാ, ഇതാണ് പറഞ്ഞത്. പിഴച്ചാ പിന്നെ ഏത് മാലിന്യ കൂമ്പാരത്തിൽ പോയിട്ടാ വീഴാന്നുള്ളതിന് കയ്യും കണക്കൂല്ല എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല എന്ന് പറഞ്ഞത് എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകല്ലേ? നിശ്ചയമായും അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അവൻ ഇഷ്ടപ്പെടുന്നു. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ? സുല്ലമി പറഞ്ഞല്ലോ, ചേകന്നൂര് പറഞ്ഞല്ലോ, ജമാഅത്തുകാരൻ പറഞ്ഞതല്ലല്ലോ, അള്ളാന്റെ റസൂലല്ലേ ഇതാദ്യമായിട്ട് പറഞ്ഞത്? അതെ. ഇതാദ്യം കേട്ടതാരാ? ജമാഅത്തുകാരാണോ? ചേകനൂരികളാണോ? അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കക്ഷികളാണോ? അല്ല, ഇതാദ്യം കേട്ടവര് സ്വഹാബത്താണ്. അപ്പൊ ആദ്യം പറഞ്ഞത് റസൂലുള്ള, ആദ്യം കേട്ടത് സ്വഹാബത്ത്. ഈ പറഞ്ഞ നബിക്ക് ഈ ഹദീസ് പറയുന്ന നേരത്തും ഈ ഹദീസ് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഹാബത്തിനും അവരുടെയൊക്കെ മുഖത്ത് സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു. ഇത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്നല്ലാഹ ജമീലുൻ വഹുവ യുഹിബ്ബുൽ ജമാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ അവിടുത്തെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. സഹാബിമാർ അതിങ്ങനെ സാഗൂതം, ഒരു പക്ഷി തലയിൽ വന്നിരുന്നാൽ പക്ഷിക്ക് അനങ്ങാൻ പോലും കഴിയില്ല, അത്ര നിശബ്ദമായിട്ട് ആ ഹദീസ് കേൾക്കുമ്പോഴും അവരുടെയൊക്കെ മുഖത്ത് സമൃദ്ധമായ താടിയുണ്ട്. പറഞ്ഞ നബിക്ക് ആ ഹദീസാൻ പറഞ്ഞതിന്റെ ശേഷം പോയി വടിച്ചില്ല. കേട്ട സഹാബിമാരാ, പുതിയൊരു ഹദീസ് ഇറങ്ങിയിട്ടുണ്ട്, അത് വടിക്കണം എന്നാണ് ഇപ്പൊ അതിന്റെ നിയമം. അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ട, നമ്മളിങ്ങനെ ഭംഗിയില്ലാതെ നടന്നാൽ ശരിയാവില്ല. ഒരൊറ്റ സഹാബിയും പോയി വടിച്ചില്ലല്ലോ. അപ്പൊ സഹോദരന്മാരെ, എന്നിട്ട് പറയും മുജാഹിദീങ്ങൾക്കിപ്പോ വലിയ വിഷയം താടിയാണ്, നെരിയാണിക്ക് മീതെ തുണി ഉടുക്കലാണ്, പ്രബോധന വിഷയങ്ങൾ അട്ടിമറിക്കണമെന്നാ നമ്മളെ പറ്റിയുള്ള പരാതി. അത്തഹിയാത്തിൽ വിരലണക്കണോ, അതുപോലെ തന്നെ എപ്പോഴും മിസ്വാക്ക് ചെയ്യണോ, ഇതൊക്കെയാണ് നെഞ്ചി എവിടെയാണ് കൈകെട്ടേണ്ടത്, ഇതൊക്കെ വലിയ പ്രബോധന വിഷയമാണെന്നാ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സഹോദരന്മാരെ. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഈ നിസ്സാര കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? നമ്മളൊരു കാര്യം പറയേണ്ടി വരുന്നത് എപ്പോഴാ സഹോദരന്മാരെ? ഒരു നിസ്സാരമായൊരു കാര്യം എന്ന് നമുക്ക് തോന്നാവുന്ന ഏതെങ്കിലും ഒരു കാര്യം, പലപ്പോഴും സമൂഹത്തിൽ അറിയപ്പെടാതെ കിടക്കുന്ന ഒരു കാര്യം ആരെങ്കിലും നിഷേധിക്കുമ്പോഴാണ് നമുക്കത് നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിഷയമാക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഉദാഹരണം, ആർക്കടിയിലും ഇപ്പൊ ഒരു തർക്കല്ല, നഖം മുറിക്കൽ സുന്നത്താണ്, നഖം മുറിക്കൽ സുന്നത്താണ്, കക്ഷത്തിലെ രോമം നീക്കൽ സുന്നത്താണ്, ഇതിലൊന്നും ഇപ്പൊ ആർക്കും ഒരു തർക്കമല്ല. നാളെ ഒരാൾ വന്നിട്ട് പറയാണ് നഖം മുറിക്കൽ സുന്നത്തൊന്നുമില്ല, കക്ഷത്തിലെ രോമൊക്കെ എത്രയും വളർത്തിക്കോളി, അതിനൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, അതൊന്നും സുന്നത്തിന് വിരുദ്ധല്ല എന്നൊരാൾ നിഷേധക്കുറിപ്പുമായിട്ട് വന്നാൽ മറ്റന്നാ മുതൽ നമ്മൾ പറയേണ്ടി വരില്ലേ? നഖം മുറിക്കൽ സുന്നത്താണ്, അതിന് ഹദീസ് ഓതേണ്ടി വരും. രോമം നീക്കൽ സുന്നത്താണ്, ഹദീസ് ഓതേണ്ടി വരും. അപ്പൊ നാലാം നാൾ മറ്റൊരു ചങ്ങാതി വന്നിട്ട് ചോദിക്കും, കണ്ടോ ഇതാ ഇവരെ പരിപാടി, ഇവർക്കിപ്പോ വലിയ വിഷയം എന്ന് പറയുന്നത് നഖം മുറിയാ, ഇവർക്കിപ്പോ വലിയ വിഷയം എന്ന് പറയുന്നത് നഖം മുറിക്കലാ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ ഒരാൾ നിഷേധിക്കുമ്പോഴാണ് നമ്മളത് വിവരിക്കേണ്ടി വരുന്നത്. അതല്ലാതെ അതൊരു പ്രബോധന വിഷയത്തിലെ മുഖ്യ അജണ്ടയാക്കി എടുത്തിട്ടല്ല. ഏത് വിഷയവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ജിന്ന് വിഷയം മുജാഹിദുകൾക്ക് എന്താ ജമിയത്തുൽ ഉലമ ചർച്ച ചെയ്യാൻ എന്താ കാരണം? ജിന്ന്, പിശാച്ച്, റുഖിയ ശർഇയ്യ, ജമിയത്തുൽ ഉലമ എത്രയോ ദിവസങ്ങളോളം ഇരുന്ന് പ്രബന്ധങ്ങൾ എഴുതി ചർച്ച ചെയ്യാൻ എന്താ കാരണം? അതിനെ നിഷേധിക്കുന്ന നിഷേധികൾ വന്നതുകൊണ്ടാ. നിഷേധിക്കുന്ന നിഷേധികൾ വന്നാൽ അതുവരെ പ്രബോധനത്തിൽ വലിയ വിഷയമാകാതിരുന്ന കാര്യങ്ങൾ വിഷയമാക്കേണ്ടി വരും.
നിഷേധികളുള്ള കാലത്ത് നിഷേധികളുടെ മുമ്പിൽ മറുപടി വായടപ്പൻ നൽകാൻ വേണ്ടി വിവരണങ്ങൾ ആവശ്യമായി വരും. അതല്ലാതെ മുഖ്യമായ വിഷയങ്ങളെ മാറ്റിവെച്ചിട്ട് ആരും ജിന്നുമായിട്ട് കേരളത്തിൽ നടന്നിട്ടില്ല. മനസ്സിലാക്കണം. മാധ്യമക്കാർക്ക് വലിയ ബേജാറുപ്പ് അതാ, ജിന്നാണ് ഇപ്പൊ വലിയ പ്രശ്നം, ജിന്നുമായിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകളെ പരിഹസിക്കുക ജമാഅത്തെ ഇസ്ലാമിയുടെയും ചേകനൂരികളുടെയും അവരുടെ പുതിയ പതിപ്പുകളുടെയും ഒക്കെ ഏറ്റവും വലിയ അജണ്ട അതാണ്. ഹദീസുകളെ പരിഹസിക്കുക, സുന്നത്തുകളെ പരിഹസിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ഒരു കാര്യത്തെ പരിഹസിക്കുന്നതും നിഷേധിക്കുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരുപോലെയല്ല സുഹൃത്തുക്കളെ. നാം ഒരു കാര്യം ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നതിന്റെ ശിക്ഷയെ നമുക്ക് കിട്ടുകയുള്ളൂ. അതേ അവസരത്തിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുകയും ആ കാര്യത്തെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്താലോ കാഫിറായി പോകും കേട്ടോ, കാഫിറായി പോകും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ, ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. ഒരാളതാ ളുഹർ നമസ്കാരത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഒരാൾ നിസ്കരിച്ചില്ല. അയാൾ എന്താ നിസ്കരിക്കാഞ്ഞ്? അയാൾ നിസ്കരിച്ചില്ല, സുന്നത്തല്ലേ എന്നുള്ള നിലക്ക് അയാൾ നിസ്കരിച്ചില്ല. എന്നാ അയാൾക്ക് ആ സുന്നത്തിന്റെ കൂലി കിട്ടിയില്ലാന്നേ ഉള്ളൂ. അതേ അവസരത്തിൽ വേറൊരാൾ എന്ത് ചെയ്തു? ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബ് അയാൾ നിസ്കരിച്ചില്ല. നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കുന്നവനെ കളിയാക്കും ചെയ്തു, നിസ്കരിക്കുന്നവനെ പരിഹസിക്കും ചെയ്ത്, അതിന്റെ പേരിൽ അവനെ വിമർശിക്കുകയും ചെയ്തു. എന്നാ അതിന്റെ വിധി എന്താ? ഇസ്ലാമെന്നാണ് പുറത്തു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഒരു കാര്യം ചെയ്യാതിരിക്കലും പരിഹസിക്കലും ഒരേ ഹുക്കുമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് മുനാഫിക്കീങ്ങൾ ഏതോ ചില വാക്കുകൾ പറഞ്ഞപ്പോൾ തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബിതങ്ങളെയും സ്വഹാബത്തിനെയും വിമർശിച്ചുകൊണ്ട് ചില മുനാഫിക്കീങ്ങൾ ചില വാക്കുകൾ പ്രയോഗിച്ചു. കേവലം ചില വാക്കുകൾ. ഒരു ഭീരുക്കളാണ്, പേടിത്തൊണ്ടന്മാരാണ്, തുടങ്ങിയിട്ടുള്ള ചില വാക്കുകൾ പ്രയോഗിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടി. അല്ലാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി, ചോദിക്കൂ നബിയെ അവരോട്, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അല്ലാഹുവിനെയും അവന്റെ ആയത്തുകളെയും അവന്റെ ദൂതനെയും കൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത്, പരിഹസിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ ഈ മുനാഫിക്കീങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞതാ, ഞങ്ങൾ അത്ര കാര്യമായിട്ടൊന്നും പറഞ്ഞതല്ല. ചില ജമാഅത്തുകാർ പറയുന്നത് പോലെ അത് ഞങ്ങൾ പ്രബോധനത്തിലാണ് എഴുതിയെന്നേ ഉള്ളൂ, മിനിസ്കർട്ട് എന്നൊക്കെ പറഞ്ഞു എന്നുള്ളൂ, ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത ആദിവാസി തുണി എന്നൊക്കെ പറഞ്ഞു എന്നുള്ളൂ, ഞങ്ങൾ അത്ര ഒരു ഗൗരവത്തിലൊന്നും സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞതല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കും. ഇതേ മറുപടി അന്നത്തെ മുനാഫിക്കീങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇന്നാ കുന്നാ നഖൂദു വനൽഅബ്. നബിയെ, ഞങ്ങൾ അത്ര കാര്യഗൗരവത്തിലൊന്നും പറഞ്ഞതല്ല, ഞങ്ങൾ അത്ര വലിയ ഗൗരവത്തിലൊന്നും ഈ കാര്യം പറഞ്ഞതല്ല, തമാശയായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഉടനെ ആയത്തിലൂടെ ചോദ്യം, ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും. ഒരൊഴികഴിവും മുനാഫിക്കുകളെ നിങ്ങൾ പറയണ്ട. നിങ്ങൾ അല്ലാഹനെയാണോ പരിഹസിക്കുന്നത്, റസൂലുള്ളാഹിനെയാണോ പരിഹസിക്കുന്നത്, ഇസ്ലാമിന്റെ നിയമങ്ങളെയാണോ പരിഹസിക്കുന്നത്? എന്നിട്ട് ഈ പരിഹാസങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങൾ അത്ര ഗൗരവത്തിൽ പറഞ്ഞതല്ല, തമാശ പറഞ്ഞതാണെന്ന് പറയാൻ കുട്ടിക്കളിയാണോ ദീനുൽ ഇസ്ലാം? അതുകൊണ്ട് ലാ തഅ്തദിറൂ, ഒരു ഒഴികഴിവും നിങ്ങൾ പറയണ്ട. ഖദ് കഫർതും ബഅദ ഈമാനികും, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് വാദിച്ചതിന്റെ ശേഷം നിങ്ങൾ ഇപ്പോൾ കാഫിറായി പോയി, നിങ്ങൾ കാഫിറുകൾ തന്നെ. ഖുർആനിൽ ആയത്താണ് ഇറങ്ങി. വളരെ ഗൗരവത്തോടെ സൂക്ഷിക്കണം. താടിയെ കളിയാക്കുന്ന ജമാഅത്തുകാരാ, ചേകനൂരി, അതിന്റെ പുതിയ പതിപ്പുകളെ പരിഹസിക്കുന്നവരെ ഒരിക്കലും കുഫറിലേക്ക് ചെന്ന് ചാടരുത്. കണങ്കാൽ വരെ എത്തി നിൽക്കുന്ന മുണ്ടിനെ കളിയാക്കുന്നവരെ ചെയ്യാതിരിക്കലല്ല കളിയാക്കൽ, ചെയ്യാതിരിക്കലല്ല പരിഹസിക്കൽ, ചെയ്യാതിരിക്കലല്ല നിഷേധിക്കൽ, രണ്ടും രണ്ട് ഹുക്കുമാണ്. ഗൗരവത്തോടുകൂടെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. പരിഹാസമാണെങ്കിൽ, നിഷേധമാണെങ്കിൽ ലാ തഅ്തദിറൂ ഖദ് കഫർതും ബഅദ ഈമാനികും, ഈമാനിന്റെ ശേഷം കുഫറിലാണത് ചെന്ന് ചാടുക എന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് നമ്മളെ കുറിച്ച് പറയാനുള്ള വലിയൊരു കാര്യം എന്താണെന്നറിയോ? നമ്മൾക്കൊരു സഹിഷ്ണുതല്ല, ഒരു സഹിഷ്ണുതല്ല. നിസ്സാര കാര്യത്തിൽ തർക്കിക്കും. പള്ളിയിലൊക്കെ കുഴപ്പമുണ്ടാക്കുന്നേ, ശ്മശാനത്തിൽ മരിച്ച വീട്ടിൽ കുഴപ്പം, ഖബർസ്ഥാനിൽ എന്നാ കുഴപ്പം, പള്ളിയിൽ ജമാഅത്തിന്റെ കാര്യത്തിൽ പ്രശ്നം, കുനൂത്ത് വേണോ വേണ്ടേ തർക്കം. ഒന്ന് ചോദിക്കട്ടെ ജമാഅത്തുകാരാ, ഈ വലമ്പൂരിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ, ഈ വലമ്പൂരിൽ വന്ന് ഞാൻ ഇറങ്ങിയപ്പോ
ഈ വലമ്പൂരിൽ വന്നിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ പള്ളി കണ്ടപ്പോൾ അത് ഇവിടുത്തെ ഖുറാഫിയുടെ പള്ളിയാണെന്നാണ്. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ പഴക്കമുള്ള പള്ളിയാണ്, കാണുന്നത് ഖബർസ്ഥാനൊക്കെ ഉള്ള പള്ളിയാണ്. അങ്ങനെ ഇവിടുത്തെ നാട്ടുകാരോട് ഇതിന്റെ ഹിസ്റ്ററി ഒന്ന് ചോദിച്ചിരുന്നു. കാരണം കാണാൻ വളരെ കൗതുകമുള്ളൊരു പള്ളി, ഇങ്ങനൊരു പള്ളി നമുക്ക് പറയുന്നു കാണാറില്ലല്ലോ. അപ്പൊ ഈ പള്ളിയുടെ ചരിത്രം ചോദിച്ചു നോക്കുമ്പോ ഇവിടെ ഏതാനും കൊല്ലങ്ങളോളം 4, 5, 6, 7 ഒക്കെ വർഷം ഈ വലമ്പൂര് ജുമാഅത്ത് പള്ളിയിൽ നടന്ന ഒരു സംഭവം ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. അതും പ്രതികൾ ജമാഅത്തുകാരാണെന്ന് അറിഞ്ഞപ്പോ. കാരണം നമ്മളാണെങ്കിൽ ഇപ്പൊ അത് വലിയ വിഷയമല്ല. കാരണം നമ്മളിങ്ങനെ ഈ നിസ്സാര കാര്യത്തിന് ജമാഅത്തുകാരന്റെ സമഗ്രതയൊന്നുമില്ലാത്ത, സഹിഷ്ണുതയൊന്നുമില്ലാത്ത അസഹിഷ്ണുക്കളും അതുപോലെ തന്നെ സങ്കുചിത മനസ്ഥിതിക്കാരൊക്കെയുള്ള മുജാഹിദീങ്ങള്. അപ്പൊ നമ്മളല്ല ഈ ജമാഅത്തുകാരാന്ന് കേട്ടപ്പോഴാണ് ഞെട്ടിപ്പോയത്. എന്താ, ഇവിടെ ഏതാനും വർഷം ഈ വലമ്പൂര് ജുമാഅത്ത് പള്ളിയിൽ മേലെ ഒരു ജുമാ, താഴെ ഒരു ജുമാ. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പള്ളിയുടെ മുകളിലെ നിലയിൽ ഒരു കൂട്ടർ ജുമാ എടുക്കുക, അപ്പൊ തന്നെ താഴെ ഒരു കൂട്ടർ ജുമാ എടുക്കുക, താഴെ ജമാഅത്തെ ഇസ്ലാമിയുടെ ജുമാ നടക്കുക, മേലെ സമസ്തക്കാരെ ജുമാ എടുക്കുക. ഒരേ പള്ളിയിൽ ഒരേ സമയത്ത് എത്രയോ വർഷം ഈ വലമ്പൂര് പള്ളിയിൽ നടന്നു എന്നാണ്. ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇവിടുത്തെ ചരിത്രം അറിയാവുന്ന ആളുകൾക്കറിയില്ലേ. ഓ ജമാഅത്തുകാരാ, സഹിഷ്ണുത പ്രസംഗിക്കുന്ന, സഹിഷ്ണുത പുരപ്പുറത്തുകാരി കൂവുന്ന ജമാഅത്തുകാരാ, എന്തിന് നിങ്ങൾ ഈ വയ്യാവേലിക്ക് പോയി? നിങ്ങൾക്ക് വിട്ടുകൊടുത്തൂടായിരുന്നു? നമുക്ക് എത്ര പള്ളിയുണ്ട്? നമുക്ക് വേറൊരു 5 സെന്റ് സ്ഥലം വാങ്ങിയിട്ടൊരു പള്ളി എടുത്തൂടെ? ഒരൊറ്റ പള്ളി തന്നെ കൊല്ലങ്ങളോളം മേലെ ഒരു ജുമാ, താഴെ ഒരു ജുമാ. ഇത്തരം ഒരു സങ്കുചിത ചിന്താഗതി വെച്ച് പുലർത്തിയ അസഹിഷ്ണുക്കളായ ജമാഅത്തുകാരൻ പറയുന്ന മുജാഹിദുകളോട്, നിങ്ങൾ നിസ്സാരമായ കാര്യത്തിന് തർക്കിച്ചുകൊണ്ട് സഹിഷ്ണുത വെച്ച് പുലർത്താത്ത സങ്കുചിതമായ ഇടുങ്ങിയ കുടുങ്ങിയ മനസ്സിന്റെ ഉടമകളാണ് ഞങ്ങളോ. സമഗ്രമായ മനസ്സ്, വിശാലമായ മനസ്സ്, സഹിഷ്ണുതയുള്ള മനസ്സ്, സങ്കുചിതത്വമില്ലാത്ത മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെ മനസ്സാണ്. ആലോചിച്ച് നോക്കണം. തീർന്നില്ല. കോഴിക്കോട് ജില്ലയിൽ പൈങ്ങോട്ടായി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. നാദാപുരത്തിന്റെ ഒക്കെ അടുത്തുള്ള പ്രദേശമാണ് പൈങ്ങോട്ടായി എന്ന് പറയുന്ന പ്രദേശത്തെ ജമാഅത്തുകാർക്ക് എന്തായാലും മറക്കാൻ കഴിയൂല. കൊല്ലങ്ങളോളം 20 കൊല്ലത്തോളമാണ് പൈങ്ങോട്ടായി പള്ളി കാലികൾ കാഷ്ടിച്ചും മൂത്രമൊഴിച്ചും പൂട്ടിക്കിടന്നത്. കാലികൾ കാഷ്ടിച്ചും മൂത്രമൊഴിച്ചും പള്ളിയിലെ ജുമയും ജമാഅത്തും മുടങ്ങിക്കിടന്നു പൈങ്ങോട്ടായി പള്ളി. ആരായിരുന്നു കേസിലെ വാദിയും പ്രതിയും? സമസ്തക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും. ഓ, എന്തൊരു സഹിഷ്ണുതല്ലേ! ഞങ്ങൾ പിന്നെ അങ്ങനത്തെ പ്രശ്നത്തിലൊന്നും പോവില്ല. കുനൂത്തുള്ള പള്ളിയിലാണെങ്കിൽ കുനൂത്ത് ഓതി കൊടുക്കും, കൂട്ടുപ്രാർത്ഥന ഉണ്ടെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കും, മൗലൂദ് ഉണ്ടെങ്കിൽ നടന്നോട്ടെ, വിരൽ അനക്കണമെങ്കിൽ അനക്കിക്കോട്ടെ, താടി ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, മൗലൂദിന്റെ ചോറ് തിന്നാണെങ്കിൽ തിന്നോട്ടെ, നബിദിനെ ആഘോഷിക്കുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, മൗലൂദിൽ ഇപ്പം എന്താപ്പം ശിർക്കൊക്കെ ഉണ്ടെങ്കിലും പോത്തിറച്ചിക്ക് ഇപ്പം എന്താപ്പം ശിർക്ക്, നെയ്ച്ചോറിൽ ഇപ്പം എന്താപ്പം തകരാറ്, പോയിരുന്നൂടെ, എന്താപ്പം അതിനൊക്കെ തകരാറ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കണോ? നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. വേറെ ഒന്നും വിഷയമല്ല. ഈ രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, മുജാഹിദുകളിൽ സങ്കുചിതത്വം ബാധിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവരുടെ വിശാല മനസ്ഥിതിക്ക് തെളിവായിക്കൊണ്ട് ഇസ്ലാമിലില്ലാത്ത സൗഹാർദ്ദം പോലും അവരിപ്പോ കാണിക്കുകയാണ്. വെൽഫെയർ പാർട്ടിയൊക്കെ രൂപീകരിച്ചപ്പോൾ ജമാഅത്തേർക്ക് ഒരു പൂതി, 4 ക്രിസ്ത്യാനികൾ അങ്ങോട്ട് കിട്ടണം, നമ്മളെ പാർട്ടിക്ക് 4 ക്രിസ്ത്യൻ വോട്ടും കിട്ടണം. കാരണം ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ, ചേരി പ്രദേശങ്ങളിലൊക്കെ, അവരുടെ പ്രത്യേകമായ കേന്ദ്രങ്ങളിലൊക്കെ 4 വോട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മളെ പള്ളിയിൽ തന്നെ ക്രിസ്തുമസ് ആഘോഷിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാവും. മൗലൈമാർ എന്തൊക്കെ ഈ വലമ്പൂരിൽ വന്നിട്ട് പറയുന്നത്. എന്നാ കേട്ടോ എന്താണ് ഹെഡിങ് എന്താണ്? മാനവ സന്ദേശവുമായി മസ്ജിദിൽ ക്രിസ്മസ് സൗഹൃദ സംഗമം. ഫോട്ടോ ഉണ്ട്. കുന്നംകുളം ടൗണിലുള്ള ജമാഅത്തുകാരന്റെ പള്ളിയിൽ ക്രിസ്മസ് സൗഹൃദ സംഗമം. എടോ ജമാഅത്ത് സുഹൃത്തെ, പ്രിയമുള്ള സഹോദര, ആ പള്ളിയിലല്ലേ ഖുർആൻ ഇരിക്കുന്നത്? നിങ്ങൾ ക്രിസ്തുമസ് സൗഹൃദ സംഗമം നടത്തിയ പള്ളിയിലല്ലേ ഖുർആൻ ഇരിക്കുന്നത്? എന്ത് അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് വാദിക്കുന്ന ആകാശഭൂമികൾ പൊട്ടിപ്പിളർന്നു പോകുന്നത്ര ക്രൂരമായ വലിയ വാക്കാണെന്ന് പറഞ്ഞ റഹ്മാനി വലദാ, അടച്ച റബ്ബിന്റെ മക്കളുണ്ടെന്ന് വാദിക്കുന്ന ആ വിഭാഗത്തെ ആളുകളെ ഒരു സൗഹൃദ സംഗമം ക്രിസ്തുമസിന്റെ പേരിൽ പള്ളിയിൽ നടത്തുകയോ? സഹോദരങ്ങളെ, ക്രിസ്തുമസ് ക്രിസ്ത്യാനികൾക്ക് ആഘോഷിക്കാനുള്ളതാണ്, സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ജയന്തി അതിൻ്റെതായ ആളുകൾക്ക് ആഘോഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ആരുടേതും ആഘോഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അതല്ല. മുസ്ലിമീങ്ങൾ മറ്റൊരാചാരം ചെയ്യുക, അവര് നമ്മുടെ ആചാരം ചെയ്യുക, നമ്മുടെ പള്ളിയിൽ അവരുടെ ക്രിസ്തുമസ് ആഘോഷിക്കുക, അവരുടെ പള്ളിയിൽ പോയിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുക. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹൃദം മാനവ സൗഹൃദമാണ് ഇസ്ലാമിലുള്ളത്.
മനുഷ്യ സൗഹാർദ്ദമാണ് ഇസ്ലാമിലുള്ളത്, മതസൗഹാർദ്ദമല്ല. മതങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുക? ഒരു മതം മറ്റൊരു മതം തമ്മിൽ വിരുദ്ധം തന്നെയാണ്, അത് പൊരുത്തപ്പെടൂല. എന്നാൽ സംഘർഷമുണ്ടാക്കാതെ ഓരോരുത്തരും അവരവരുടെ ആരാധനാലയങ്ങളിലും വീടുകളിലും വെച്ചുകൊണ്ട് അവരവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠിക്കട്ടെ. ആരും ആരെയും എതിർക്കാൻ പോകണ്ട, അറ്റാക്ക് ചെയ്യാൻ പോകണ്ട, തല്ലിത്തകർക്കാൻ പോകണ്ട. ഇതല്ലേ ഇസ്ലാമിന്റെ നയം. അതേ അവസരത്തിൽ സൗഹാർദ്ദം എന്ന പേരിട്ടിട്ട് ഓണാഘോഷവും പള്ളിയില്, ക്രിസ്മസ് സൗഹൃദവും പള്ളിയില്, എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ വലിയ സാമുദായിക സ്പിരിറ്റുള്ള ആളുകളാണ്, മതേതരത്വത്തിന്റെ കാവലാളുകളാണ്, ഞങ്ങൾ ഏറ്റവും എല്ലാ ആളുകളെയും സ്നേഹിക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അത്രത്തോളം ഈ രൂപത്തിൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ പള്ളിയിൽ ഉണ്ടാക്കൂല എന്ന് പറയുന്ന ആളുകൾ ഇന്നും തീർന്നിട്ടുണ്ടോ? എറണാകുളത്തെ മദീന മസ്ജിദ് ആരുടെ മസ്ജിദായിരുന്നു? ഇന്നും അവിടെ പ്രശ്നമല്ലേ? ഖുത്ബയോരുന്ന സന്ദർഭത്തിൽ പ്രശ്നമുണ്ടായിട്ടില്ലേ? പള്ളിയിൽ അരാജകത്വമുണ്ടായില്ലേ? സംഘർഷമുണ്ടായില്ലേ? ജുമയുടെ സമയത്ത് സംഘർഷഭരിതമായില്ലേ എറണാകുളത്തെ മദീന മസ്ജിദ്? ആരാണ് പ്രതികൾ? മുജാഹിദുകളാണോ? അല്ല. സഹിഷ്ണുതയുടെ വലിയ വായയിൽ പുരപ്പുറത്ത് കയറി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സഹിഷ്ണുതയുടെ ആളുകളാണ് ഞങ്ങളെന്ന് പറയുന്ന ജമാഅത്തുകാരൻ. പിടിവാശി മൂലം എറണാകുളത്തെ മദീന പള്ളിയിലും കുഴപ്പമുണ്ടായി അല്ലേ? തീർന്നില്ല, അതുകൊണ്ടും തീർന്നില്ല. പിന്നെന്താണ് പറഞ്ഞത്? അതുകൊണ്ടും അവസാനിച്ചില്ല. പിന്നെ ആകെ പറയുന്നത് എല്ലാറ്റിലും ഞങ്ങൾക്കെല്ലാം ഉണ്ട്, മുജാഹിദീങ്ങൾക്കൊന്നുമില്ല, പിന്തിരിപ്പന്മാരാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല ആളുകളും അന്തസ്സും അഭിമാനമൊക്കെ പറയുന്നത് എന്തിന്റെ പേരില്ല? ഞങ്ങൾക്കൊരു പത്രമുണ്ട്, എന്നാ ഞങ്ങളാണ് ഉഷാർ. ഞങ്ങൾക്കിപ്പോ ചാനലുണ്ട്, എന്നാ ഞങ്ങൾക്കാണ് അന്തസ്. ചാനലില്ലാത്തവർക്ക് അന്തസ്സില്ല. പട്ടിക്കാട് ജാമിയാനൂരിയയുടെ ആളുകള് അല്ലേ, അവർക്കിപ്പോ ചാനലുണ്ട്, വലിയ അന്തസ്സുണ്ട് എന്നാ പറയുന്നത്. ദർശന ഡാൻസും കുപ്പിവളയും പാട്ടും കൂത്തുമായിക്കൊണ്ട് ദർശന TV അരങ്ങ് തകർക്കുകയാണ്. സമസ്തയുടെ പാണക്കാട് കുടുംബത്തിലെ തങ്ങന്മാരാണ് ദർശന ചാനലിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നറിയുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, ആരാണ് ഈ ആളുകളെന്ന് മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ അൽബയാൻ മാസിക എന്ന് പറയുന്ന സമസ്തയുടെ പത്രത്തിൽ ഒരു മനുഷ്യന്റെ തല എങ്ങനെയോ അറിയാതെ ചിത്രത്തിൽ പെട്ടുപോയതിന്റെ പേരിൽ പിറ്റേലക്കത്തിൽ ക്ഷമാപണം നടത്തിയ പാരമ്പര്യമുള്ളവരാണ് സമസ്തക്കാർ. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? അൽബയാൻ എന്ന് പറയുന്ന മാസികയിലെ സമസ്തക്കാരുടെ പണ്ടത്തെ പത്രത്തില് ഒരു റിപ്പോർട്ട് കൊടുത്തപ്പോ, ഏതോ ഒരു ഹജ്ജിന്റെ യാത്രയപ്പോ അതോ ഇനി പരിശുദ്ധ മക്കയെ കഅബയെ സംബന്ധിച്ചോ എന്തോ ഒരു ചിത്രം കൊടുത്തപ്പോ അതിൽ 1-2 ആളുകളുടെ തല പെട്ടുപോയി. അത് പെട്ടതിന്റെ പേരിൽ ഫോട്ടോ കൊടുക്കൽ ഹറാമാണല്ലോ, അത് പാടില്ലല്ലോ എന്ന നിലക്ക് ക്ഷമാപണം നടത്തിയ പത്രമാണ്, ക്ഷമാപണം നടത്തിയ ആളുകളാണ് സമസ്ത. ഇന്ന് റോട്ടിലിറങ്ങി നടക്കാൻ വയ്യ, എല്ലായിടത്തും സമസ്തയുടെ ഫ്ലക്സാണ്. 85കാരുടെ ഫ്ലക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കണ്ണിയത്തിന്റെ ഫോട്ടോ, ചെറുശ്ശേരിയുടെ ഫോട്ടോ, EKയുടെ ഫോട്ടോ, അതുപോലെ തന്നെ കോട്ടുമലയുടെ ഫോട്ടോ, നാട്ടികയുടെ ഫോട്ടോ, അതുപോലെ തന്നെ എത്രയോ ആളുകളുടെ ഫോട്ടോയുടെ മാമാങ്കമാണ്. മനസ്സിലാക്കണം. അപ്പൊ അവര് വലിയ അഭിമാനത്തോടെ പറയാണ്, ഞങ്ങൾക്ക് ചാനലുണ്ട്, ചാനലുണ്ടെങ്കിൽ ഒരു അന്തസ്, പത്രമുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് ഒരു അന്തസ്. ജമാഅത്തുകാരും അങ്ങനെ തന്നെ, ഞങ്ങൾക്ക് നല്ലൊരു മാധ്യമമുണ്ട്, ഞങ്ങൾ അന്തസ്സുള്ള പാർട്ടിയാണ്. ചില ആൾക്കാർക്ക് തോന്നല് നമുക്കൊരു പത്രമില്ല അപ്പൊ അന്തസ്സില്ല, നമുക്കൊരു ചാനലില്ല അപ്പൊ അന്തസ്സില്ല. സഹോദര, പഠിച്ചു വെച്ചോ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. ഇസ്സത്ത് ആർക്കാന്നറിയോ? ചില ആൾക്കാർ മനസ്സിലാക്കിയത് അന്തസ് ഇസ്സത്ത് എന്നൊക്കെ പറഞ്ഞാൽ താടിനെ പരിഹസിച്ച അതൊരു അന്തസ്സ. ഹദീസ് ശരിയാണോ? നല്ല അന്തസ്സ. ബുഖാരി ശരിയല്ലേ? നല്ല അന്തസ്സ. എന്നാ പിന്നെ ആ ഹദീസ് തള്ളണോ? അതൊന്നും യുക്തിക്ക് യോജിക്കുകയില്ല, ബുദ്ധിക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞാലോ നാവൻ നല്ല അന്തസ്സുള്ളവനാ. അന്തസ്സും അതുപോലെ തന്നെ ഏറ്റവും വലിയ തനിമയും എന്നൊക്കെ പറയുന്നത് അള്ളയും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുമ്പോഴാ. അതിലാ നമുക്ക് അന്തസ്സ് തോന്നേണ്ടത്. താടി വളർത്തുന്നതിൽ ഒരിക്കലും അപമാനം തോന്നേണ്ടതില്ല. പർദ്ദ ധരിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അഭിമാനമാണ് തോന്നേണ്ടത്, അപമാനം തോന്നേണ്ടതില്ല. നിര്യാണിക്ക് മീര വസ്ത്രമെടുക്കുന്ന യുവാക്കളെ, നിങ്ങൾക്ക് അഭിമാനമാണ് തോന്നേണ്ടത്, അന്തസ്സാണ് തോന്നേണ്ടത്. അന്തസ്സിന്റെ അർത്ഥം മുനാഫിക്കിന് തിരിയൂല, അന്തസ്സിന്റെ അർത്ഥം മുനാഫിക്കിന് മനസ്സിലാകൂല. അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് അന്തസ്സുള്ളത്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. പക്ഷേ കപട വിശ്വാസികൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് അനുഷ്ഠാന തീവ്രവാദികൾ എന്ന് പറഞ്ഞാലും അക്ഷരപൂജകരെന്ന് വിമർശിച്ചാലും, ഓ മുജാഹിദുകളെ, ആദർശത്തിന്റെ തനിമയിൽ വെള്ളം ചേർക്കാതെ പിടിച്ചു നിന്നോളണം.
ആർക്കെത്ര അരോചകമാണെങ്കിലും ഇസ്ലാമികമായ അനുഷ്ഠാനങ്ങളിൽ തീവ്രത വേണം, അത് കൃത്യമായി തന്നെ അനുഷ്ഠിക്കണം. ആ വിഷയത്തിൽ ഒരു ഒഴികഴിവും നമുക്ക് വേണ്ട. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് പറയണെന്ത്, ഞങ്ങൾക്കിപ്പോ ഒരു പത്രമുണ്ട്. ഞങ്ങളെ പത്രം എന്ന് പറഞ്ഞാൽ ശരിയായ നിലക്കുള്ള വാർത്തയെ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇപ്പൊ രജത ജൂബിലി ആഘോഷിച്ച മാധ്യമം ആരിഫ് അലി സാഹിബ് പ്രസംഗിച്ചു, ടാഗോർ ഹാളിൽ വെച്ച് പ്രസംഗിച്ചു, മാധ്യമത്തിൽ അത് റിപ്പോർട്ട് ചെയ്തു. എന്താ അവര് പറഞ്ഞത്? ഞങ്ങൾ സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിന് വലിയ സംഭാവന ചെയ്തവരാണ്. വലിയ സംഭാവന. എന്ത് സംഭാവനയാ മാധ്യമം ചെയ്ത്? മാധ്യമം ചില സംഭാവനയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ല നമ്മൾ പറയുന്നില്ല. ആട്, തേക്ക്, മാഞ്ചിയം പോലെയുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടാകാം. അത് തന്നെ ചിലപ്പോൾ ഓർക്കിഡിന്റെ പ്രശ്നം എന്തായി എന്നുള്ളത് വേറെ വിഷയമാണ്. എന്നാൽ വേറെ കുറെ കാര്യങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള പത്രങ്ങളിൽ റിപ്പോർട്ടുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുസമൂഹത്തിന് ചിലപ്പോൾ ചില ചില്ലറ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും. മുസ്ലിം സമൂഹത്തിന് എന്തു ചെയ്തു മാധ്യമം? മാക്സിമം തമ്മിലടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ചെയ്ത ഏറ്റവും വലിയ ദൗത്യമാണ്. മാധ്യമം കേരളത്തിൽ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തെ തമ്മിലടിപ്പിച്ചു. മുസ്ലിമീങ്ങളിലെ അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ഉൾപിരിവുണ്ടാക്കാനുള്ള ശ്രമം നടത്തി, അവരെ തമ്മിലടിപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ ഏറ്റവും അഭിമാനത്തോടുകൂടെ കണക്കാക്കിയിരുന്ന, ഏറ്റവും അറിയപ്പെട്ടിരുന്ന യതീംഖാനയായിരുന്നു ഒരു കാലത്ത് JDT മുസ്ലിം അനാഥശാല. ഇന്ന് പല മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ മുസ്ലിമീങ്ങൾ നടത്തുന്ന അനാഥശാലയോട് വെറുപ്പുണ്ടാകാൻ കാരണമുണ്ടായിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമത്തിൽ വന്ന നെടുനീളം ലേഖനങ്ങളായിരുന്നു കാരണം. JDTയെ സംബന്ധിച്ച് ഇല്ലാത്തതും ഉള്ളതും അർദ്ധസത്യങ്ങളും നഗ്നമായ പല കാര്യങ്ങളും പലതും എഴുതിപ്പിടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ യതീംഖാനകൾ നടത്തുന്നവരെ മുഴുവൻ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന അഴിമതിക്കാരും കള്ളന്മാരും കൊള്ളത്തലവന്മാരുമായി ചിത്രീകരിക്കാൻ മാത്രം ജമാഅത്തിന്റെ മാധ്യമം സേവനമർപ്പിച്ചിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. അതുകൊണ്ടും തീർന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. സേട്ട് സാഹിബിന് 1-ാം പേജിലായിരുന്നു മാധ്യമത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ഥാനം. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ വേപ്പില പോലെ അങ്ങ് മാറ്റിയിട്ടു. ലീഗിനെ പിളർത്താൻ സാധിച്ചു എന്ന് വന്നപ്പോൾ സേട്ട് സാഹിബിനുള്ള സ്ഥാനം പിന്നെ മാധ്യമത്തിലെ ഏറ്റവും അവസാനത്തെ മൂലയിലായി. തീർന്നില്ല. ഏറ്റവും വലിയ ജനവികാരം ഇളക്കി വിട്ടുകൊണ്ട് ജനങ്ങളുടെ ചോര തിളപ്പിക്കുന്ന പ്രസംഗവുമായി കൊണ്ട് കടന്നു വന്ന മഅ്ദനി സാഹിബ്, മഅ്ദനിയെ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അടിക്കുറിപ്പോടുകൂടി മഅ്ദനിയുടെ വലിയ നെടുനീളം ചിത്രങ്ങൾ കൊടുത്തുകൊണ്ട് മഅ്ദനിയെ പൊക്കി തീവ്ര ഭീകരവാദങ്ങൾക്കുള്ള എല്ലാവിധത്തിലുള്ള വെള്ളവും വളവും മാധ്യമം ഒരു കാലഘട്ടത്തിൽ നൽകി. കാല് മുറിച്ച് ജയിലിലകപ്പെട്ടപ്പോൾ മാധ്യമം അതേ മഅ്ദനിയെയും മൂലക്കിരുത്തി. ഒരുപാട് സേവനമാണ് മാധ്യമം ചെയ്തത്. തീർന്നില്ല. മാധ്യമം ചെയ്ത ചില സേവനങ്ങൾ കേൾക്കണ്ടേ? മാധ്യമം ചെയ്ത ചില സേവനങ്ങൾ ഒന്ന് കേട്ടോളൂ. ആരിഫ് അലി സാഹിബ് തന്നെ പറയുന്നു. എന്താണ് ആരിഫ് അലി സാഹിബ് പറയുന്നത്? എന്താണ്? കേരളം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വളരെ വലിയ ത്യാഗങ്ങൾ മാധ്യമത്തിന് അർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മാധ്യമം ചെയർമാൻ ടി ആരിഫ് അലി പറഞ്ഞു. എന്താ പറഞ്ഞത്? മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വളരെ വലിയ ത്യാഗങ്ങൾ. കണ്ടോ, സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഐസ്ക്രീം എന്ന് പേരിട്ടുകൊണ്ട് സമുദായത്തിലെ നേതാക്കൾക്കെതിരെ ലൈംഗികാരോപണം നടത്തി. സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി. സമൂഹത്തിലെ മുസ്ലിം സംഘടനകളെയൊക്കെ തമ്മിൽ തല്ലിക്കാൻ നോക്കി. ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിച്ചു. ഈ നിമിഷം വരെയും ജമാഅത്തുകാരൻ ആ തൊഴിൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നത്തെ മാധ്യമം പോലും കണ്ടില്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഭവിക്കുന്നത്? ഒരു ഇരുവേറ്റിക്കാരൻ ചങ്ങാതി എഴുതിയതാണ്. എന്താ ചങ്ങാതി എഴുതിയിട്ട് ജമാഅത്തുകാരന്റെ മാധ്യമത്തിലൂടെ ഛർദിക്കുകയാണ്. ജമാഅത്തുകാരനും ഇരുവേറ്റിക്കാരനും ഒരേ ആദർശമാണുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത് കൊടുത്തത്? അതല്ല ആര് തന്നാലും കൊടുക്കുമെന്നാണോ? എങ്കിൽ മൗദൂദ് സാഹിബിനെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം നാളെ ഞങ്ങൾ തന്നാൽ ആരിഫ് അലി സാഹിബ് മറുപടി പറയൂ. നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ കൊടുക്കുമോ? കൊടുക്കില്ല. നിങ്ങൾക്ക് യോജിപ്പുള്ളത് കൊണ്ടാ കൊടുക്കുന്നത്. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി പച്ചക്കള്ളമാണ് എഴുതിവിട്ടിരിക്കുന്നത്. കേട്ടില്ലേ നിങ്ങൾ? എന്താ പറഞ്ഞത്? ജിന്നുകളോട് അപകടത്തിൽപ്പെടുന്നവർക്ക് ജിന്നിനെയും വിളിച്ച് സഹായം തേടാം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമാണത്രേ.
അപകടത്തിൽപ്പെടുന്നവര് ജിന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു തേടാമെന്ന് മാധ്യമക്കാരാ ഇരുവേറ്റിക്കാരന്റെ പേനയിലൂടെ വിസർജിച്ചിട്ടുള്ള വിസർജ്യം മാധ്യമത്തിൽ തൊട്ടുവിരട്ടിയ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? എന്ത് കളവാ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? വാർത്താ മാധ്യമങ്ങളിൽ ഒരു വഴിത്തിരിവ്, സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്കുള്ള വഴിത്തിരിവ്, ധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കുള്ള വഴിത്തിരിവ്, നീതിയിൽ നിന്ന് അനീതിയിലേക്കുള്ള വഴിത്തിരിവ്, സത്യത്തിൽ നിന്ന് കളവിലേക്കുള്ള വഴിത്തിരിവ്. അതല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമം? തീർന്നില്ല. എന്താണ് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തതെന്നറിയോ? സനദ് സഹീഹായ ബുഖാരിയിലെ ഹദീസിനെ ദുർബലപ്പെടുത്തുകയില്ല പോലും ഖുർആൻ. അപ്പൊ എന്താ മൂപ്പരെ ഉള്ളിലിരിപ്പ്? ഏറ്റവും വലിയ ഹദീസ് നിഷേധിയാണ് ഈ ഇരുവേറ്റിക്കാരൻ. ഇയാൾക്ക് ബുഖാരിനെ പറയുള്ളൂ, ബുഖാരി എന്ന് പറയാൻ വയ്യ. എന്നിട്ട് ഇയാൾ പറയാണ് ബുഖാരിയിലെ ആ ഹദീസിന്റെ സനദ് സ്വഹീഹാണ് പോലും ഖുർആനെതിരാണെന്നാ പറയുന്നത്. ഖുർആൻ കൊണ്ടാണ് അത്രേ മുജാഹിദുകൾ എപ്പോഴും നേരിടാറുള്ളത്. ഇയാളുടെ ഉള്ളിലിരിപ്പാണ്. ഇയാൾ പറയാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ ജിന്നിനെയും പിശാചിനെയും പറ്റി ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചു. വളരെ മനസ്സാക്ഷി കൃത്യമായിട്ട് എഴുതിയതാ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു. മൂപ്പരെ തൂലികയിലൂടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് എഴുതാൻ ഇബ്ലീസ് തോന്നിപ്പിക്കണില്ല. കാരണം ഹദീസ് നിഷേധിയല്ലേ. ഹദീസ് നിഷേധിക്ക് സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു എന്ന് പറയാൻ കഴിയണില്ല. എന്നിട്ട് അവസാനം മൂപ്പരുടെ ഒരു കരച്ചില്. എന്താ കരച്ചില്? ഈ പ്രവണതകളെ എതിർത്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വ്യതിരിക്തത പഴയപടി കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എന്റെ പേരിലുള്ള കുറ്റം. മൂപ്പരുടെ പേരിലുള്ള കുറ്റം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തനിമ നിലനിർത്താൻ അത്ര മൂപ്പര് പാടുപെടുന്നത്. എടോ, എവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ബുഖാരിയെ തള്ളിയത്? KM മൗലവി മുതൽക്ക് ഇങ്ങോട്ടുള്ള ചരിത്രം പറ, അൽമനാറിന്റെ താളുകൾ എടുത്തു പറ. എവിടെയാണ് ബുഖാരിയെ തള്ളിയത്? എവിടെയാണ് സ്വഹീഹായ ഹദീസുകളെ തള്ളിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസമല്ലാതെ മുജാഹിദുകൾക്ക് എന്താണ് പുതിയ വിശ്വാസമുള്ളത്? ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾക്കുള്ള ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിലുള്ള വിശ്വാസമല്ലാതെ എന്ത് വിശ്വാസമാണ് മുജാഹിദുകൾക്കുള്ളത്? കള്ളം പറയുന്നതിന് പരിധി വേണ്ടേ? കേട്ടോ നിങ്ങൾ, ഒരു റൂമിൽ കസേര മാറ്റിയിടുമ്പോൾ, മേശ വലിപ്പടക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ചൂടുവെള്ളം പുറത്തേക്കൊഴുക്കുമ്പോൾ, മരത്തിൽ നിന്ന് തേങ്ങയോ ചക്കയോ ഇടുമ്പോൾ നാം അക്കാര്യം ആദ്യം ജിന്നുകളോട് പറയണമത്രേ, സമ്മതം ചോദിക്കണമത്രേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരുത്തനെ എഴുതിയിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയാണ് തേങ്ങടുമ്പോ ജിന്നെ ഞാനൊരു തേങ്ങടുന്നിട്ടോ എന്ന് സമ്മതം ചോദിക്കണം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ ആദർശാണ് മുജാഹിദുകൾ കൊണ്ടു നടക്കുന്നത്. ഇതിനെ ഞാൻ എതിർത്തതിന്റെ പേരിലാണ് എന്റെ പേരിൽ കേസ് നാം ഉപരി പറയുന്നത്. ഈ പച്ചക്കള്ളം തട്ടിവിട്ട ഈ മനുഷ്യന്റെ ഈ ലേഖനം മാധ്യമത്തിൽ കൊടുത്ത മാധ്യമക്കാരാ, നിങ്ങൾക്കെന്ത് നേരും നെറിയും, നിങ്ങൾക്കെന്ത് ധർമാധർമ്മങ്ങൾ, നിങ്ങൾക്കെന്ത് നീതിയും അനീതിയും, നിങ്ങൾക്കെന്ത് വാർത്തകളുടെ മൂല്യങ്ങൾ, നിങ്ങൾക്കെന്ത് വാർത്തയിലെ സത്യത്തോടുള്ള പ്രതിബദ്ധത? ഇതൊക്കെ കേൾക്കാൻ ചന്തള്ള പദം എന്നതല്ലാതെ. മാത്രല്ല, ജമാഅത്തുകാരൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടോ, അതൊരു സത്യമാണ്. ജമാഅത്തുകാരന്റെ ലേഖനത്തിൽ കാണാം, എന്തായത്? കാണാതിരുന്ന പല കാഴ്ചകളും മലയാളികളെ മാധ്യമം കാണിച്ചിട്ടുണ്ട്. അത് ശരിയാ. കേരള മുസ്ലിമീങ്ങൾ കേൾക്കാത്ത പലതും മാധ്യമം കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാ ഇന്ന് വരെ കേൾപ്പിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലാത്ത കുറെ നുണ കെട്ടിവെച്ചില്ലേ, മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ല നുണയെന്നും, അതൊക്കെ മാധ്യമം കേൾപ്പിച്ചു. ഇനി മാധ്യമം കുറെ കാണിച്ചിട്ടുണ്ട്, പലതും കാണിച്ചിട്ടുണ്ട്. കാണിച്ചു എന്ന് മാത്രല്ല മാധ്യമം പറയുന്നത് എന്താണ്? നമ്മുടെ പ്രതിബദ്ധത സത്യത്തോട് മാത്രമാണ്. ഇന്ന് ലേഖനം കൊടുത്ത ജമാഅത്തുകാരന് അറിയില്ല മുജാഹിദുകൾക്ക് ഇങ്ങനെ വാദമൊന്നുമില്ല. അതറിയാഞ്ഞിട്ട് പാവ എഴുതിയതാ. ഞങ്ങളുടെ പ്രതിബദ്ധത സത്യത്തോട് മാത്രമാണ്. മാത്രല്ല മനുഷ്യർക്കിടയിൽ ദൈവീക മൂല്യങ്ങൾ പ്രചരിപ്പിക്കണം എന്ന ഉൾവിളിയാണ് മാധ്യമത്തിന്റെ പ്രചോദന ശക്തി. അള്ളാന്റെ ദീൻ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിക്കണം, അല്ലാഹുവിന്റെ ആശയങ്ങൾ ഇവിടെ ലോകത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കണം. അതിനാ ഞങ്ങൾ മാധ്യമം തുടങ്ങിയത്. അതിനാൽ തന്നെ ദൈവസഹായം ഓരോ ഘട്ടങ്ങളിലും അതിനെ തേടിയെത്തിയിട്ടുണ്ട്. എന്നും അല്ലാഹുവിന്റെ സഹായം മാധ്യമത്തിനുണ്ട്. തുടർന്നും ദൈവസഹായം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആരാ പറയുന്നത്? ആരിഫ് അലി. എന്നാ നിങ്ങളൊന്നും മനസ്സിലാക്കിക്കോളി. ജമാഅത്തെ ഇസ്ലാമി
കേൾക്കാത്ത പലതും സമൂഹത്തെ കേൾപ്പിച്ചു, കാണിക്കാത്ത പലതും കാണിച്ചു. മാത്രല്ല അവസാനം ജമാഅത്തുകാരൻ പറഞ്ഞ വേറൊരു കളവ് കേൾക്കണോ? സ്ഥാപകർ നിശ്ചയിച്ച ഉന്നം പിഴക്കരുതെന്നും ലക്ഷ്യം തെറ്റരുതെന്നും മാധ്യമത്തിന് നിർബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഥാപിത കാലം തൊട്ട് ഇന്ന് വരെ ജമാഅത്ത് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അതിൻ്റെതായ ലൈനിൽ നിന്ന് തെറ്റിയിട്ടില്ല. മാത്രമല്ല പിന്നെയും പറയാണ്, അധർമ്മങ്ങൾ വളർത്തുന്ന ഒരു പരസ്യവും ഞങ്ങൾ കൊടുക്കാറില്ല. അധർമ്മം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരസ്യവും ഞങ്ങൾ കൊടുക്കാറില്ല. ഈ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിലും നാണമില്ലാതെ ജമാഅത്തിന്റെ അമീർ ആരിഫ് അലി സാഹിബ് പറഞ്ഞു, അധർമ്മം പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ ഞങ്ങൾ എടുക്കലില്ല. മനസ്സിലായില്ലേ? എന്നാൽ സ്ത്രീകളുടെ അർദ്ധനഗ്നകളുടെ പടങ്ങൾ ആഭരണത്തിന്റെ പേരിൽ, ടെക്സ്റ്റൈൽസിന്റെ പേരിൽ, സിനിമയുടെ പേരിൽ, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള കാര്യങ്ങളുടെയും പേരിൽ അതാ ഗൾഫ് മാധ്യമത്തിൽ വന്നിട്ടുള്ള നൂറുകണക്കിന് പരസ്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് പത്രരംഗത്ത് ബാധകമല്ലെന്നുണ്ടോ ജമാഅത്തുകാരെ? പത്രം നടത്തുമ്പോൾ അവിധിയൊന്നു വേറെ, പുറത്ത് ഞങ്ങൾക്ക് ഇസ്ലാം എന്ന് വേറെ, പള്ളിയിൽ ഒരു ഇസ്ലാം, പത്രരംഗത്ത് വേറൊരു ഇസ്ലാം എന്നതാണോ നമ്മുടെ നയം? ഒരിക്കലും അല്ല. നമ്മുടെ നയം എന്ന് പറയുന്നത് എല്ലാ രംഗത്തും ഇസ്ലാമിന്റെ നിയമം ഒന്ന് തന്നെയാണ്. ഇസ്ലാമികമായിട്ട് എല്ലാ രംഗത്തും മൂല്യങ്ങളെ തകർക്കുന്ന നിലക്കുള്ള പരസ്യങ്ങൾ, അധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള പരസ്യങ്ങളാണ് സമൂഹത്തിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ സമൂഹത്തിന്റെ മുമ്പാകെ ഒട്ടേറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അധർമ്മത്തിന് വേണ്ടി ധാരാളമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് പത്രപ്രവർത്തനം നടത്തുന്ന ആളുകളാ പറയുന്നത്, ഞങ്ങൾ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഞങ്ങൾ ശരിയായ ശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളാണ്, ഞങ്ങൾ അതിന്റെ ശരിയായ അവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. മുജാഹിദുകളെ സംബന്ധിച്ച് പറയാനുള്ള ഏറ്റവും വലിയ ഒരു ആരോപണം എന്താണ്? മുജാഹിദുകളുടെ പ്രബോധന ശൈലി അത് വളരെ കടുപ്പാണ്. മുജാഹിദുകളുടെ പ്രബോധന ശൈലി എന്ന് പറയുന്നത് വളരെ കടുപ്പമാണ്. സൗമ്യ ശൈലിയിലും മൃദുല വാക്കുകളിലും മാത്രമേ ഇസ്ലാമിക പ്രബോധനം നടത്താവൂ എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ എല്ലായിടത്തും ഇങ്ങനെ കടിച്ചു കീറുന്ന കർക്കശമായ ശൈലി, ഞങ്ങളിങ്ങനെ മയപ്പെടുത്തി ഇസ്ലാമികമായ ശരിയായ കാര്യങ്ങളെ ഞങ്ങൾ പറയാറുള്ളൂ എന്നാണ് ജമാഅത്തുകാരൻ പറഞ്ഞൊപ്പിക്കുന്നത്. വാസ്തവത്തിൽ അവരതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് എന്താ? ഏറ്റവും വലിയ പോക്കിരിയായ, ശക്തവാനായ, ഏറ്റവും വലിയ വില്ലനായ ഫിർഔനിന്റെ അടുത്തേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോട് പറഞ്ഞത്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, നിങ്ങൾ അവരോട് വളരെ മൃദുവായി സംസാരിക്കണേ. സൗമ്യ ശൈലിയിലും മൃദുല വാക്കുകളിലും മാത്രമേ അത് പറയാവൂ എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു. സഹോദരന്മാരെ, നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുമ്പോൾ ഇസ്ലാമിലൊരു കാര്യം, ഒരാളിൽ ഒരു തെറ്റ് കാണുമ്പോൾ രണ്ട് നിലക്കുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ശാസിക്കൽ. ഒന്നൊരു കാര്യം അറിയാത്ത ആളുണ്ടാവും, അറിയാത്ത ആളോടും ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകളോടും സംസാരിക്കുമ്പോൾ ഒരു ശൈലി. അതേ അവസരത്തിൽ ഇസ്ലാമൊക്കെ അറിയാം, അതിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളുകളാകുമ്പോൾ മൃദുല ശൈലിയൊന്നും കാണൂല, ശക്തമായ നിലക്കുള്ള ശൈലി കാണാം. ഇതേ മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയില്ലേ? മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് എന്താ പറഞ്ഞത്? നീ ഫിറൗന്റെ അടുത്തേക്ക് ചെന്നാൽ നീ അവരോട് ഇസ്ലാമികമായ ദഅവത്ത് നടത്തേണ്ടത് ഖൗലൻ ലയ്യിന, ഏറ്റവും മൃദുലമായ ശൈലിയിൽ സൗമ്യമായ വാക്കുകളാണ് പറയേണ്ടത്. സംശയമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം ദൗത്യം പൂർത്തിയാക്കിയത്. എന്നാൽ അതേ മൂസ നബി അലൈഹിസ്സലാം തന്റെ അനുയായികളെയും വിട്ടുകൊണ്ട് തൗറാത്ത് വാങ്ങാൻ വേണ്ടി 40 ദിവസം സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണ് കാണുന്ന കാഴ്ച? മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങള് പശുക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട്, കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം തിരിച്ചു വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വലമ്മാ റജഅ മൂസാ ഇലാ ഖൗമിഹി ഗദ്ബാന സിഫാ, മൂസ നബി അലൈഹിസ്സലാം തിരിച്ചു വന്ന് നോക്കുമ്പോൾ, തന്റെ ജനങ്ങളിലേക്ക് മടങ്ങി വന്നപ്പോൾ എങ്ങനെയാ മടങ്ങി വന്നത്? ഗദ്ബാന അസിഫാ,
വളരെ ദേഷ്യം പിടിച്ചു, സങ്കടത്തോടെ ദുഃഖത്തോടെയാണ് കടന്നു വന്നത്. എന്താണ് നിങ്ങൾ എനിക്ക് ശേഷം നിങ്ങൾ ചെയ്തത് എന്നും പറഞ്ഞ് വൽഖൽ അൽവാഹ്, തൗറാത്തിന്റെ പലകകളൊക്കെ വഹിച്ചിട്ടുണ്ട് തലയിൽ, അതൊരൊറ്റ ഏറാണ്. തൗറാത്തിന്റെ പലകകൾ താഴേക്കിട്ടു. തന്റെ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിന്റെ തലക്ക് പിടിച്ചിങ്ങ് വലിച്ചു. തലയും താടിയും പിടിച്ചിട്ട് ഒറ്റ വലിയ. അദ്ദേഹം പറഞ്ഞു, ഖാല ഇബ്ന ഉമ്മ ഇന്നൽ ഖൗമ ഇസ്തദഅഫൂനി വകഅദൂ യഖ്തുലൂനനി ഫലാ തുശ്മിത് ബിയൽ അദാ വലാ തജ്അൽനി മഅൽ ഖൗമിൽ ളാലിമീൻ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം ഈ പ്രവൃത്തി ചെയ്തപ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ സഹോദരാ, ഈ ജനങ്ങളോട് ഞാൻ പറയാഞ്ഞിട്ടല്ല, അവരെന്നെ കൊന്നുകളയുമോ എന്നിടത്തോളം കാര്യങ്ങളെത്തി, ശത്രുക്കളെ സന്തോഷിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് എന്റെ താടി വിടൂ എന്ന അർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനോട് സഹോദരൻ അപേക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? മൂസാ നബിയോടാണ് അള്ളാഹ് പറഞ്ഞത്, നീ ദഅവത്തിന് ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോ സൗമ്യമായ വാക്ക് പറയണം. അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ, തൗഹീദ് പഠിപ്പിച്ച് തൗഹീദിൽ വളർത്തിയ തന്റെ സ്വന്തം അനുയായികൾ ശിർക്ക് ചെയ്യുന്ന കാഴ്ച കണ്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് സഹിച്ചില്ല, ദേഷ്യം പിടിച്ചു, പലക താഴെയിട്ടു, ഹാറൂൻ നബിയുടെ താടിക്കും തലക്കും കടന്നു പിടിച്ചു, ദേഷ്യത്തോടുകൂടെ പറഞ്ഞു, ശക്തമായ നിലക്ക് അവരുണ്ടാക്കിയ കാളക്കുട്ടിയെ ഇടിച്ചു പൊടിച്ച് നിരപ്പാക്കിക്കൊണ്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഒരു സൗമ്യതല്ലാതെ? ഒരു ഇത്തിരിയൊക്കെ ഒന്ന് സൗമ്യത വേണ്ടേ? ചൂടാകുക, ജനങ്ങൾ അങ്ങനെ ചെയ്തു വിചാരിച്ച് ഞാൻ പോയപ്പോൾക്ക് നിങ്ങൾ ഇവിടെ ആരാധന തുടങ്ങിയല്ലേ, പാടില്ലട്ടോ, ഇങ്ങനെയൊന്നും ചെയ്യരുത് ട്ടോ എന്നൊക്കെയല്ലേ പറയേണ്ടിയിരുന്നത്? അല്ല, മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം, തല്ലേണ്ടിടത്ത് തല്ലണം, തലോടേണ്ടിടത്ത് തലോടണം, സൗമ്യത പറയേണ്ടിടത്ത് സൗമ്യത പറയണം, ദേഷ്യം പിടിച്ച് കർക്കശ സ്വഭാവം പുലർത്തേണ്ടിടത്ത് ദേഷ്യം പിടിച്ച് കാർക്കശ്യം പുലർത്തണം. മഹാനായ മൂസാ അലൈഹിസ്സലാം അതാ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂലിന്റെ പള്ളിയിൽ ഒരു അറാബിയായ മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ചു. അയാൾക്ക് വിവരല്ല. മദീനത്തെ പള്ളിയിൽ ഒരു കാട്ടറബി, ഒരു ഗ്രാമീണനായ അറബി, ഇസ്ലാം എന്താണെന്നോ പള്ളിയുടെ പവിത്രത എന്താണെന്നോ അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനത്തെ ഒരാൾ വന്ന് മൂത്രമൊഴിച്ചപ്പോ സഹാബത്തൊക്കെ അദ്ദേഹത്തിന്റെ നേരെ തട്ടിക്കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, അദ്ദേഹം മൂത്രമൊഴിക്കട്ടെ, ഒന്നും മിണ്ടണ്ട, നിങ്ങൾ അദ്ദേഹത്തിന്റെ മൂത്രം മുറിക്കരുത്, അദ്ദേഹം നിർവഹിക്കട്ടെ കാര്യം. അദ്ദേഹം സുഖമായി മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ് സഹോദരാ, പള്ളി മൂത്രമൊഴിക്കാനുള്ളതല്ല, മാലിന്യം പുരട്ടാനുള്ളതല്ല എന്നും പറഞ്ഞ് ഇസ്ലാമിനെ പറ്റി അറിവില്ലാത്തൊരു അറാബിയായപ്പോൾ സൗമ്യമായ ഭാഷയിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിന് ഈ കാര്യത്തെ പറ്റിയുള്ള ബോധവൽക്കരണം സൗമ്യമായ നിലക്ക് തന്നെ നിർവഹിക്കുന്നു. അതൊരു വശം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ചുമരിൽ ഒരു മൂക്കട്ട കണ്ടപ്പോൾ, കഫം കണ്ടപ്പോൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ടില്ലേ? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ ദീന് പഠിച്ചിട്ടുള്ള ഒരു സ്വഹാബി കയ്യിലതാ ഒരു സ്വർണത്തിന്റെ മോതിരം ധരിച്ചിട്ട് വന്നിരിക്കുകയാണ്. സ്വർണമോതിരം ധരിച്ച് വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടുന്നാ കിട്ടിയത്? സ്വർണം തീക്കട്ട കൊണ്ട് കയ്യിലണിയുന്നത് ഇഷ്ടപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങോട്ട് വാങ്ങി അടുത്തേക്ക് വിളിച്ചു വരുത്തി. ആ മോതിരം ഊരി ഒരച്ചേറങ്ങെറിഞ്ഞു. സ്വർണത്തിന്റെ മോതിരം ഒരച്ചേറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച് സദസ്സ് വിട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് സഹാബിമാരിൽ ചിലർ പറഞ്ഞു, അതെടുത്തോളൂ, കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാമല്ലോ. ആ സന്ദർഭത്തിൽ ആ സഹാബി പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ട് ഊരിയെറിഞ്ഞ ഒരു വസ്തു ഞാൻ എന്റെ കൈ കൊണ്ട് വല്ലാഹി ഞാനത് തൊടുകയില്ല. നോക്കണം നിങ്ങൾ, അറാബി മൂത്രമൊഴിച്ചപ്പോ പാടില്ലട്ടോ, ഇത് അള്ളാന്റെ പള്ളിയാണ്, പള്ളിയിൽ ഇങ്ങനെയൊന്നും മൂത്രയിക്കാനൊന്നും പാടില്ലട്ടോ എന്ന് പുറത്ത് തട്ടി ഉപദേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം അനുയായി ദീന് പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എന്നിട്ടും അതിൽ അശ്രദ്ധ ചെയ്തപ്പോൾ ശക്തമായ നിലക്ക് ദേഷ്യം പിടിച്ച് വിളിച്ചു വരുത്തിയിട്ട് കൈവിരലുള്ള മോതിരം ഊരിയെറിഞ്ഞ് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോകുന്നു. സൗമ്യതല്ലല്ലേ നബിക്ക്? അള്ളാന്റെ റസൂലിന് സൗമ്യമായ ഭാഷ അറിയില്ല, അള്ളാന്റെ റസൂലിന് മൃദുലമായി പെരുമാറാൻ അറിയില്ല. എന്തൊരു കടുത്ത മനസ്ഥിതിയിലുള്ള ദഅവത്ത! അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും പഠിക്കണം. ഇസ്ലാമിക ദഅവത്തിന്റെ അകത്തുള്ള ദഅവത്തും പുറത്തുള്ള ദഅവത്തും ഓരോ സന്ദർഭത്തിൽ നടത്തേണ്ടുന്ന ദഅവത്തിന്റെ രീതിശാസ്ത്രം
മുസ്ലിമീങ്ങൾക്കറിയാം, പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അറിയാം, ഹദീസുകളുടെ വെളിച്ചത്തിൽ അറിയാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് പാലിക്കേണ്ടത്. സഹോദരന്മാരെ, ആ അർത്ഥത്തിലാണ് ഇസ്ലാമികമായ ദഅവത്ത് നടത്തേണ്ടത്. മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കുന്ന ദഅവത്താണ് നിങ്ങൾ നടത്തുന്നത്. സുന്നികളെ മുശ്രിക്കാക്കുന്നു, സമസ്തക്കാരെ മുശ്രിക്കാക്കുന്നു എന്ന് പെരുമ്പറയടിക്കുകയാണ് ജമാഅത്തുകാരൻ മുജാഹിദുകളുടെ മുഖത്ത് നോക്കിയിട്ട്. KC അബ്ദുള്ള മൗലവിയുടെ പുസ്തകം ജമാഅത്തുകാരെ നിങ്ങളുടെ ബുക്ക് സ്റ്റാളിലും വീട്ടിലും ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് പരിശോധിക്കണം. പരലോകം ഖുർആനിൽ എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം, റിഫായി ഷെയ്ഖ്, മുഹീദ്ദീൻ ഷെയ്ഖ് തുടങ്ങിയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങൾ. ആരെയാണ് പറഞ്ഞത്? ഇവിടെ രാമ മുഹീദ്ദീൻ ഷെയ്ഖിനെ റിഫായി ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ജോസഫ് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഇവിടുത്തെ സമസ്തക്കാരാണ്. റിഫായി ഷെയ്ഖിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കീങ്ങൾ എന്ന് ജമാഅത്തിന്റെ അമീർ KC അബ്ദുള്ള മൗലവി പരലോകം ഖുർആനിൽ എന്ന പുസ്തകത്തിൽ എഴുതിവിട്ടത് ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജമാഅത്തുകാരാ? എന്നിട്ട് നിങ്ങളാണ് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം എല്ലാവരെയും കാഫിറാക്കുന്ന പണിയാണ്, മുശ്രിക്കാക്കുന്ന പണിയാണ്, സങ്കുചിതത്വമില്ലാത്തവരാണ്, സഹിഷ്ണുതയില്ലാത്തവരാണ് എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് അധർമ്മങ്ങളുടെ സിനിമകൾ പ്രചരിപ്പിക്കുന്ന ജമാഅത്തുകാരൻ, സീരിയലുകൾ പ്രദർശിപ്പിക്കുന്ന ജമാഅത്തുകാരൻ, ഇസ്ലാമിന്റെ നിയമങ്ങളെ കളിയാക്കുന്ന ജമാഅത്തുകാരൻ, ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളെ കളിയാക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി സിനിമകളും സീരിയലുകളും നിർമ്മിക്കുന്ന ജമാഅത്തുകാരും പിണിയാളുകളും, അതെ, അധർമ്മങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് പത്രങ്ങളിലൂടെ പെണ്ണിന്റെ മേനിയഴക് പ്രദർശിപ്പിക്കുന്ന ജമാഅത്തുകാരൻ, മറുപടി പറയണം. നിങ്ങൾ മറുപടി പറയണം. ഈ രൂപത്തിലുള്ള പെണ്ണുങ്ങളുടെ ചിത്രങ്ങൾ ഫുൾ കളർ പരസ്യമായി കൊണ്ട് മാധ്യമത്തിന്റെ ഫുൾ പേജ് കവറുകളിൽ കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ ശരീരത്തെ വിറ്റ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന ജമാഅത്തുകാരെ, ജമാഅത്ത് വനിതകളെ, നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ, നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ റോട്ടിലിറങ്ങി, തെരുവിലിറങ്ങി മാർച്ച് നടത്തേണ്ടത് മാധ്യമം ബ്യൂറോയുടെ ഓഫീസിലേക്കാണ്. എന്തും പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ഒരു മാർച്ച് നടത്തണം, വൈകണ്ട, നാളെയോ മറ്റന്നാളോ തന്നെ ആയിക്കോട്ടെ. ആ ചിത്രങ്ങൾ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചവയാണ്. ആ പ്രചരിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങൾ നോക്കിയിട്ട് ജമാഅത്തിന്റെ വനിതകൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജമാഅത്തിന്റെ അമീറിനോട്, ടി ആരിഫ് അലി സാഹിബിനോട്, പത്രാധിപരോടൊക്കെ പറയണം, ഞങ്ങളുടെ ശരീരം ഇനിയെങ്കിലും വിറ്റുകൊണ്ട് സർക്കുലേഷൻ വർദ്ധിപ്പിക്കരുത്. പെണ്ണിന്റെ ശരീരം വിറ്റുകൊണ്ട് പത്രത്തിന്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന ഈ കാട്ടാളത്വം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തിന്റെ വനിതകൾ മുഷ്ടി ചുരുട്ടിയിട്ടോ ചുരുട്ടാതെയോ റോട്ടിലിറങ്ങിയിട്ട് മാധ്യമം ബ്യൂറോ ഓഫീസിലേക്ക് ഒരു ധർണ നടത്തട്ടെ എന്നാണ് എനിക്ക് അവസാനമായി ശുപാർശ നടത്താനുള്ളത്. അധർമ്മത്തിനെതിരെ വനിതകളുടെ സ്ത്രീ ശാക്തീകരണം എന്നല്ലേ സ്ത്രീകൾക്ക് കൊടുത്ത ശക്തിയാണ് ഇപ്പൊ കണ്ടത്. സ്ത്രീകളെ ശാക്തീകരിച്ചതിന്റെ അടയാളങ്ങളാണ് ഈ കണ്ടത്. മനസ്സിലാക്കണം, പവിത്രമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമുക്കിങ്ങനെ പത്രത്തിലിട്ടുകൊണ്ട് കൊത്തിവലിക്കാൻ കൊടുക്കാനുള്ളതല്ല, നമ്മുടെ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കാനുള്ളതല്ല. ആ രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക്, മ്യൂസിക്കുകളിലേക്ക്, സംഗീതങ്ങളിലേക്ക്, അരാജകത്വങ്ങളിലേക്ക്, സിനിമകളിലേക്ക് ഈ സമൂഹത്തെ തള്ളിവിടുകയാണ്. എന്നിട്ട് അവരും വിലപിക്കാണ്. മൊബൈൽ ദുരന്തം നടക്കുന്നു, നെറ്റ് ദുരന്തം നടക്കുന്നു, ഫേസ്ബുക്കിലൂടെ ദുരന്തം നടക്കുന്നു, അതുപോലെ തന്നെ ഓർക്കുട്ടിലൂടെ ദുരന്തം നടക്കുന്നു, ഗൂഗിളിലൂടെ ദുരന്തം നടക്കുന്നു എന്നിങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രൂപത്തിലുള്ള പരിഹാസ കഥാപാത്രങ്ങളും ഇസ്ലാമിന്റെ തനിമയെ നശിപ്പിക്കുന്ന നിലക്കുള്ള, ഇസ്ലാമിന്റെ ആചാരങ്ങളെയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും പരിഹസിക്കുന്ന നിലക്കുള്ള സിനിമകൾ പോലും കുടുംബങ്ങളിലൂടെ വിതരണം ചെയ്ത് നടന്നിട്ടും ഊരി തീരാതെ അവസാനപ്പ ചില സീഡിയും കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ് ഇവിടെ തോൽക്കുന്നത്? ഇസ്ലാം. നാദാപുരത്തിയുള്ളവൻ പ്രസംഗിച്ചതും അതുപോലെ തന്നെ മുജാഹിദ് പ്രഭാഷകന്മാർ നടത്തിയ പ്രഭാഷണങ്ങളിലെ ചില അരമുറിയൻ, 1/4 സെക്കൻഡ്, 1 സെക്കൻഡ്, 1 മിനിറ്റൊക്കെയുള്ള ക്ലിപ്പുകൾ എടുത്ത് മുറിച്ചുകൊണ്ട് മുജാഹിദുകളുടെ ശൈലി ഇത്ര മോശമാണ് എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ KC അബ്ദുള്ള മൗലവിയുടെ ശൈലിയുടെ അത്ര വന്നിട്ടില്ല. KC അബ്ദുള്ള മൗലവി ശാന്തപുരത്തെ കുട്ടികളോട് പറഞ്ഞ എന്താണ്? ശാന്തപുരത്തെ ഊണ് കഴിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നവൻ അമേധ്യമാണ് ഭുജിക്കുന്നത് എന്നാണ്. ഭയങ്കര സാഹിത്യമാണുള്ളത് അല്ലേ? നല്ല സഭ്യമായ വാക്കാണ്, നല്ല സഭ്യമായ വാക്കാണ്. അതെ, KP മുഹമ്മദ് മൗലവി ഇബാദത്തിന്റെ ശരിയായ അർത്ഥം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മുസ്ലിം കേരളത്തിന്റെ മുമ്പാകെ പ്രബന്ധം എഴുതിക്കൊണ്ട് സമർപ്പിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ബുക്ക് സ്റ്റാളിൽ നിന്നിറങ്ങിയ പുസ്തകത്തിൽ പറഞ്ഞത് ഗതികേടിന്റെ കൊരങ്ങൻ കളി എന്നാണ്. KPയെ കൊരങ്ങനാക്കി ചിത്രീകരിച്ചു. കുരങ്ങൻ വിളി എന്ന ഇബാദത്താണ് ജമാഅത്തുകാരൻ നിർവഹിച്ചത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഖുറാഫികളുടെയോ സമസ്തക്കാരുടെയോ ജമാഅത്തുകാരുടെയോ ചേകനൂരികളുടെയോ കൈകളിലുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം
ഇസ്ലാം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബിമാരും നിലക്കൊണ്ട മാർഗം, ആ വിശ്വാസം, ആ ആചാരം ജീവിതത്തിൽ എല്ലാവർക്കും ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് ആ തൗഹീദിലൂടെ, ആ റിസാലത്തിലൂടെ അത് ശരിക്കും മനസ്സിലാക്കി പഠിച്ചുൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എത്തിച്ചേരാനുള്ളതാണ് പരലോകം. അവിടെ ഇതിനൊക്കെ കണക്ക് പറയണം. അവിടെ വാശികളുടെ ലോകമല്ല, വഴക്കിന്റെ ലോകമല്ല, വക്കാണത്തിന്റെ ലോകമല്ല, സ്വാർത്ഥ താല്പര്യങ്ങളുടെ ലോകമല്ല. ഓരോരുത്തരും പ്രവർത്തിച്ച കാര്യം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണേ ജനങ്ങളെ, അല്ലാഹുവിങ്കലേക്ക് നമ്മളെല്ലാം തിരിച്ചു ചെല്ലുന്ന ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ, നോക്കുകൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഉപചാരങ്ങൾ, സംസ്കാരങ്ങൾ, എല്ലാ കാര്യങ്ങളും അവിടെ അളന്നു നോക്കി കൃത്യമായി അവിടെ രേഖയുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്ന് ഇസ്ലാം പറഞ്ഞ അണുത്തൂക്കന്മാര് നന്മ ചെയ്തോ അതവൻ കാണും, അണുത്തൂക്കന്മാര് തിന്മ ചെയ്തോ അതും അവൻ കാണും എന്ന് പറഞ്ഞ ആ ഒരു ശരിയായ അർത്ഥത്തിൽ നന്മ തിന്മകളുടെ റിക്കാർഡുകൾ സമർപ്പിക്കപ്പെട്ട് രക്ഷാശിക്ഷകൾ കൃത്യമായി മനുഷ്യൻ നോക്കിക്കാണുന്ന ലോകം. അവിടെ വിജയിക്കണം, അവിടെ വിജയിക്കണം, അവിടെ പരാജയപ്പെടരുത്. അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് പ്രിയമുള്ളവരെ നാം നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള സംരംഭമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പഠനത്തിലൂടെ, സ്വഹീഹായ ഹദീസുകളുടെ പഠനത്തിലൂടെ, അതേ ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുത്തുകൊണ്ട്, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നേർക്കുനേരെ കേട്ട് പഠിച്ചുകൊണ്ട്, ഹദീസുകളുടെ വിലയും മൂല്യവും മനസ്സിലാക്കിക്കൊണ്ട്, സർവാത്മനാത് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരീക്ഷകളിൽ, കേരളത്തിൽ നടത്തുന്ന പരീക്ഷകളിൽ വിജയം ലഭിക്കുക എന്നതിലപ്പുറം ആഖിറത്തിലെ വിജയമാണ് നമ്മുടെ ഖുർആൻ പഠനത്തിന്റെയും ഹദീസ് പഠനത്തിന്റെയും ഏറ്റവും വലിയ ചാലക ശക്തി, ഏറ്റവും വലിയ പ്രേരകം നമുക്കുണ്ടായി തീരേണ്ടത് ആ ഒരു ബോധമാണ്, മതബോധമാണ്, പാരത്രിക ബോധമാണ് എന്നതാണ് സഹോദരങ്ങളെ നമുക്ക് എന്നോടും നിങ്ങളോടും ഈ അവസരത്തിൽ ഉണർത്തുവാനുള്ളത്. ആയതിനാൽ പരിശുദ്ധ ഖുർആനിന്റെയും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അധ്യാപനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ അത് പഠിപ്പിക്കപ്പെടുന്ന വേദികളിൽ നിങ്ങൾ പോയി അത് പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ ഈ സന്ദേശം മുഴുവൻ എത്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടുകേൾവിയല്ല, ഊഹാപോഹങ്ങളല്ല, മറ്റേതെങ്കിലും പ്രചരണങ്ങളല്ല, അന്തസ്സും ആഭിജാത്യവും എന്നൊക്കെ പറയുന്നത് യഥാർത്ഥമായ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് മാത്രമുള്ളതാണ് എന്ന ആ ഒരു കൃത്യമായ ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കണം. സന്ദേശം കേരളത്തിന്റെ മുക്കുമൂലകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം ഈ വരുന്ന ഡിസംബറിൽ 2012 ഡിസംബർ അവസാനത്തിൽ കേരളത്തിൽ കോഴിക്കോട് വെച്ച് മഹത്തായ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ 8ാമത് സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഡിസംബറിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ശക്തമായ നിലക്കുള്ള ഇസ്ലാമികമായ അധ്യാപനങ്ങൾ സമൂഹത്തിന്റെ മുമ്പാകെ യാതൊരു കലർപ്പുമില്ലാതെ എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ളവരാണ് മുജാഹിദുകൾ. ആ ദൗത്യം മുജാഹിദുകൾ നിർവഹിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കുക, നമുക്ക് മരണപ്പെട്ടു പോയി അല്ലാഹുവിന്റെ അടുക്കലാണ് എത്തിച്ചേരേണ്ടത്. അവിടെ നമുക്ക് വിജയം വരിക്കണം. അത്തരം വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സർവശക്തനായ റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും സർവശക്തനായ നാഥന്റെ തുണയും തൗഫീഖും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് സന്തോഷത്തോടെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.